بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. الله الذي رفع السماوات بغير عمد ترونها ثم استوى على العرش وسخر الشمس والقمر كل يجري لأجل مسمى يدبر الأمر يفصل الآيات لعلكم بلقاء ربكم توقنون. وهو الذي مد الأرض وجعل فيها رواسي وأنهارا ومن كل الثمرات جعل فيها زوجين اثنين يغشي الليل النهار إن في ذلك لآيات لقوم يتفكرون. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ നിഖില ഭാഗങ്ങളിലും സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കുവാൻ കടപ്പെട്ടവരാണ് നാം എന്ന വസ്തുത പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. മനുഷ്യൻ്റെ മനസ്സുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് നാം പറഞ്ഞു വരുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട 8 വിഷയങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കി. 9ാമത്തെ വിഷയമാണ് അത്തഫക്കുർ അഥവാ ചിന്ത. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന നിലക്ക് ആമുഖമായി ചില കാര്യങ്ങൾ നിങ്ങൾ നേരത്തെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാകും. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കുക എന്നത് ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സാധാരണ കാര്യമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ചിന്തിക്കാതിരിക്കുക എന്നത് നരകപ്രവേശനത്തിന് കാരണമാണ് എന്ന് അള്ളാഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഞങ്ങൾ നരകാവകാശികളാകുമായിരുന്നില്ല എന്ന് നരകാവകാശികൾ നരകത്തിൽ വെച്ച് പറയുന്ന വൃത്താന്തം സൂറത്തുൽ മുൽക്കിൽ അള്ളാഹു നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ചിന്ത എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വിഷയങ്ങളിലായിരിക്കണം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും ചിന്തിച്ച് മനുഷ്യൻ വഴിതെറ്റിപ്പോകും. അതുകൊണ്ട് ചിന്തിക്കരുത് എന്ന് പറഞ്ഞ് ചിന്തയെ തടുത്തു നിർത്തിയ ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. യാഥാർത്ഥ്യം അതല്ല. ചിന്തിച്ചാൽ ആരും വഴിതെറ്റിപ്പോവുകയില്ല. പക്ഷെ ചിന്തിക്കുന്നതിൻ്റെ അജണ്ട, ചിന്തിക്കുന്ന വിഷയം കൃത്യമായിരിക്കണം. അതെന്തായിരിക്കണം ചിന്തിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായ രൂപവും രീതിയും നമ്മുടെ മനസ്സിലുണ്ടാകണം. അങ്ങനെ ആയാൽ ഒരിക്കലും വഴിതെറ്റിപ്പോവുകയില്ല. ഒരു കാലത്ത് ഇജ്തിഹാദിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ഗവേഷണത്തിനുള്ള സകല സാധ്യതകളെയും മുറിച്ചു കളഞ്ഞ, അവസാനിപ്പിച്ചു കളഞ്ഞ ഒരു സമൂഹം, അന്ധമായ തഖ്ലീദ് അഥവാ അനുകരണം, ആ അനുകരണത്തിന്റെ പിറകെയാണ് പോകേണ്ടത് എന്ന് വളരെ കൃത്യമായി വിവരിക്കുകയും വിശദീകരിക്കുകയും ചെയ്ത് മുസ്ലിം ലോകത്തെ അന്ധതയിലേക്കും അതുപോലെ തന്നെ വിചാരമില്ലാത്ത ഒരവസ്ഥയിലേക്കുമൊക്കെ നയിക്കപ്പെട്ട ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അതൊന്നുമല്ല ശരി. ചിന്തിക്കേണ്ടതുണ്ട്. ചിന്തിക്കുക എന്നത് വളരെ സുപ്രധാനമായ, അടിസ്ഥാനപരമായ മുസ്ലിമിനുണ്ടായിരിക്കേണ്ട ഒരു സൽഗുണമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നും ഒരു സൽഗുണം എന്ന നിലക്ക് മാത്രമല്ല, പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, ഇമാം ഹസൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് തഫക്കുറു സഅത്തിൻ ഖൈറും മിൻ ഖിയാമി ലൈലത്തിൻ എന്നാണ്. ഒരു രാത്രി മുഴുവൻ നമസ്കരിക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ്, ഉത്തമമായതാണ് ഒരു മണിക്കൂർ സമയം നാം ചിന്തിക്കുക എന്നത്. എന്തായിരിക്കണം ചിന്തിക്കേണ്ടത് എന്ന് നാം വളരെ കൃത്യമായി മനസ്സിലാക്കണം. ചിന്തിക്കാതിരുന്നാൽ ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ച് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു. സഅസ്രിഫു അൻ ആയാതി അല്ലദീന യതകബ്ബറൂന ഫിൽ അർദ്. സഅസ്രിഫു അൻ ആയാതി, എൻ്റെ ആയത്തുകളിൽ നിന്ന്, എൻ്റെ വചനങ്ങളിൽ നിന്ന്, എൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ഞാൻ തിരിച്ചു കളയും.
അല്ലദീന യതകബ്ബറൂന ഫിൽ അർദി, ഭൂമിയിൽ കിബറുമായി നടക്കുന്ന വിഭാഗത്തെ, ബിഗൈരിൽ ഹഖ്, ഒരു ന്യായവുമില്ലാതെ. അപ്പോ ഒരു ന്യായവുമില്ലാതെയാണ് മനുഷ്യൻ കിബറുമായി ഭൂമിയിൽ നടക്കുന്നത് എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള വിഭാഗത്തെ അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിന്റെ ആയത്തുകളെക്കുറിച്ചും ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നതിൽ നിന്ന് തിരിച്ചു കളയും എന്ന് അള്ളാഹു വിശദീകരിക്കുകയാണ്. അഥവാ എപ്പോഴെങ്കിലും നമുക്ക് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടും അറിഞ്ഞിട്ടും ചിന്തിക്കാൻ സാധ്യമാകുന്നില്ല എങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് നമുക്കെവിടെയോ നമ്മുടെ വിശ്വാസത്തിൽ പാളിച്ച വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. കാരണം അള്ളാഹു ഇവിടെ പറയുന്നത് സഅസ്രിഫു അൻ ആയാതി, എന്റെ ആയത്തുകളിൽ നിന്ന് ഞാൻ തിരിച്ചു കളയും എന്നാണ്. തിരിച്ചു കളയുമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ആയത്തുകളെ കുറിച്ച് ചിന്തിക്കുന്ന ഒരവസ്ഥ ഇല്ലാതെ പോകും. ആയത്തുകളെ കേട്ടാൽ ഒരത്ഭുതം എന്ന നിലയ്ക്ക് പടച്ചോനെ എന്ന് പറയും, അല്ലെങ്കിൽ അയ്യോ എന്ന് വിളിക്കും, അല്ലെങ്കിൽ തലയുടെ നെറുകിൽ കൈവച്ചൊന്ന് നെടുനിശ്വാസമിടും എന്നതിനപ്പുറമുള്ള ഒരവസ്ഥ അത് നമുക്കുണ്ടാകേണ്ടതുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. എന്തിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത് എന്ന് നാം മനസ്സിലാക്കി. ചിന്തിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ്. ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? നമുക്കറിയാം, നമ്മുടെ ഭൗതിക ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് ഒരുപാട് ആളുകളുണ്ട്, ആലോചിക്കാൻ ആളുകളുണ്ട്, ചിന്തിക്കാൻ ആളുകളുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമ്മളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ആ ബിസിനസിനെ കുറിച്ച് ചിന്തിക്കാനും നമുക്ക് ഉപദേശങ്ങൾ തരാനും അതിനെക്കുറിച്ച് അന്വേഷിക്കാനും ഒക്കെ ഒരുപാട് രംഗങ്ങളും വേദികളും ആളുകളും സെന്ററുകളും ഒക്കെയുണ്ട്. ഇനി നമ്മുടെ ഭൗതികമായ ജീവിതത്തിലെ മറ്റേതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനോ, നമ്മുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ വരുന്നു, ഒരു കല്യാണം വരുന്നു, അതിനെക്കുറിച്ച് ചിന്തിക്കാനും ആലോചിക്കാനും ആളുകൾ എമ്പാടും ഉണ്ടാകും. നമുക്ക് നമ്മുടെ ഈ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ ആളുകളുണ്ട്. ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, സഹോദരനും സഹോദരിയും ഭാര്യയും ഭർത്താവും നാട്ടുകാരും കൂട്ടുകാരും അയൽവാസികളും ഇഷ്ടപ്പെട്ടവരും പ്രിയപ്പെട്ടവരും ഒക്കെയുണ്ട്. പക്ഷെ നാം ആലോചിക്കേണ്ടത് ഇതൊന്നുമല്ല ചിന്തിക്കേണ്ട വിഷയം എന്നതാണ്. കാരണം ഇവിടെയൊക്കെ നമുക്ക് ആളുകളുണ്ട്. നമുക്ക് ആളുകളില്ലാത്ത ഒരു ഘട്ടം വരാനിരിക്കുന്നു. ആ ഘട്ടത്തെക്കുറിച്ചായിരിക്കണം നമ്മുടെ ചിന്ത. അതേതാണ്? നമ്മുടെ ജീവിതം, നമ്മുടെ ആത്മാവ്, നമ്മുടെ റൂഹ്, നമ്മുടെ ജീവൻ എന്നൊക്കെ പറഞ്ഞ് നാം പരിചയപ്പെടുത്തുന്ന ആ വസ്തുത നമ്മുടെ ശരീരത്തിൽ നിന്ന് നീങ്ങുന്നതോടുകൂടി ഇനി എന്ത് എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. ആ നീങ്ങിയ ശേഷമുള്ള എന്റെ ജീവിതത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നതായിരിക്കണം ചിന്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം. മറ്റത് എളുപ്പമാണ്, കാരണം ആളുകളുണ്ട് പറഞ്ഞു തരാനും. ഓക്കെ, ഇതിനപ്പുറമുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ ആളില്ല, അവിടെ ചിന്തിക്കാൻ ആളില്ല, അവിടെ കൗൺസിലിംഗ് സെന്ററുകളില്ല, അവിടെ കൺസൾട്ടേഷൻ ക്യാമ്പുകളില്ല, അവിടെ ആരോടെങ്കിലും പ്രത്യേകമായ അഡ്വൈസർമാരെ നിയമിക്കാൻ നമുക്ക് നിർവാഹമില്ല. ഇവിടെ അതൊക്കെ സാധിക്കും. ആ നിർവാഹമില്ലാത്ത, ഇതിനൊന്നും സാധ്യതയില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച്, ഒരു ജീവിതത്തെക്കുറിച്ച് നിർബന്ധമായും വിശ്വസിക്കുന്ന സത്യവിശ്വാസികൾ അവരുടെ ചിന്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയവും അതായിരിക്കണം. നമ്മളൊക്കെ സാധാരണ പലപ്പോഴും പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകൾ ഒരുപാട് ദീർഘമായി ചിന്തിക്കുന്നവരാണ്. പലപ്പോഴും കാണാം താടിക്ക് കയ്യും കൊടുത്ത് മനുഷ്യനിങ്ങനെ ഇരിക്കണം, എന്തൊക്കെയോ ആലോചിക്കുകയാണ് മനുഷ്യൻ. എന്താണ് ചിന്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരുപാട് പ്രയാസങ്ങളെ കുറിച്ച് പറയാനുണ്ടാകും. എന്ത് പറയാനാ? ആകെ ബുദ്ധിമുട്ടാണ്, ജീവിതം ആകെ പ്രയാസമാണ്. അവിടെ ആ ബുദ്ധിമുട്ട്, ഇവിടെ ഈ ബുദ്ധിമുട്ട്, നാട്ടിൽ അങ്ങനെ, മക്കൾ അങ്ങനെ, ഭാര്യ ഇങ്ങനെ, കുടുംബം ഇങ്ങനെ, ഒരുപാട് ആവലാദികൾ, ഒരുപാട് പ്രയാസങ്ങൾ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇമാം അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ സഹൽ ബിൻ ആദി റളിയല്ലാഹു അൻഹുവിനെ കാണുകയാണ്. അദ്ദേഹം റആഹു സാകിതൻ മുതഫക്കിറ, അദ്ദേഹം ഇങ്ങനെ മൗനിയായിരിക്കുന്നു, എന്തോ ചിന്തിക്കുകയാണ്. ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ അബ്ദുല്ലാഹി ബിൻ മുബാറക് ചോദിച്ചു, അയ്ന ബലഗത്, അല്ല ഇപ്പൊ എവിടെ എത്തി? ചിന്തിച്ചിട്ട് എവിടെ എത്തി? അപ്പൊ നമ്മുടെ അജണ്ട എന്ത് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ചിന്തിക്കേണ്ട വിഷയം എന്ത്? അയ്ന ബലഗത് എന്ന് ചോദിച്ചപ്പോൾ സഹൽ റളിയല്ലാഹു അൻഹു ഉടനെ മറുപടി പറഞ്ഞു, അസ്സിറാത്ത്. ഇപ്പൊ എത്തി നിൽക്കുന്നത് സിറാത്തിലാണ്. എന്താണ് അപ്പോ ചിന്തിക്കേണ്ടത്? ചിന്തിക്കേണ്ടത് എന്റെ മരണം, എന്റെ മരണത്തിന്റെ അവസ്ഥ എങ്ങനെയായിരിക്കും, മരണശേഷം എന്റെ ജീവിതം എങ്ങനെയായിരിക്കും, ഖബറിൽ എന്റെ കഥ എന്തായിരിക്കും, അതിനുശേഷമുള്ള വിചാരണ എന്തായിരിക്കും, എന്റെ വിചാരണയ്ക്ക് ശേഷം ഞാൻ സിറാത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്റെ അവസ്ഥ എന്തായിരിക്കും? ചിന്തിക്കണം. സഹൽ റളിയല്ലാഹു അൻഹു ചിന്തിച്ചിരുന്നത് അതിനെക്കുറിച്ചായിരുന്നു. എവിടെ എത്തി എന്ന് ചോദിച്ചപ്പോൾ മറുപടി കിട്ടി, അസ്സിറാത്ത്. ഇപ്പൊ ചിന്തിച്ച് ആലോചിച്ചെത്തിയത് എവിടെയാണ്? സിറാത്തിലാണ്. നമുക്ക് സാധിക്കണം. ഈ ഒരു ചിന്തയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ആവശ്യപ്പെടുന്ന ചിന്ത. പരിശുദ്ധ ഖുർആൻ ധാരാളമായ സ്ഥലങ്ങളിൽ, 70ഓളം സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ ശൈലിയിലൂടെ ചിന്തിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ലഅല്ലക്കും തതഫക്കറൂൻ അഫലാ തഅഖിലൂൻ അഫലാ തതദബ്ബറൂൻ അഫലാ തുബ്സിറൂൻ എന്നൊക്കെ പറഞ്ഞുള്ള പല വ്യത്യസ്തമായ
നമ്മുടെ ഭാഷയിൽ എല്ലാറ്റിനും ചിന്ത, ആലോചന എന്നൊക്കെ പറയാനുള്ളത്, അതിനപ്പുറം വേറെ വാചകമില്ല. അറബി ഭാഷയിലാകട്ടെ ഇതെല്ലാം വ്യത്യസ്തമാണ്. പലതരത്തിലുള്ള ചിന്തകളാണ്, പലതരത്തിലുള്ള ആലോചനകളാണ്, അവഗാഹത്തിലുള്ള ഗഹനമായ ആലോചനകൾ. അതിന് വേറെ പദമാണ്. ഇങ്ങനെ വ്യത്യസ്തമായ രീതികൾ ഖുർആൻ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. സൂറത്തുൽ ബഖറയിൽ അള്ളാഹു നമുക്ക് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞു തരുന്ന ഒരു വചനമുണ്ട്. എല്ലാവർക്കും മനസ്സിലാകുന്ന, പെട്ടെന്ന് മനസ്സിലാകുന്ന, ആലോചിക്കാൻ പെട്ടെന്ന് മനസ്സിലേക്ക് കയറി വരുന്ന ഒരു വിഷയം. അല്ലാഹു ചോദിക്കുകയാണ്, അയവദ്ദു അഹദുക്കും അൻ തകൂന ലഹു ജന്നത്തും മിൻ നഖീലിൻ വഅനാബ് തജ്രി മിൻ തഹ്തിഹാ അൽഅൻഹാർ ലഹു ഫീഹാ മിൻ കുല്ലി സമറാത്ത് വഅസാബഹു അൽകിബർ വലഹു ദുർരിയ്യത്തുൻ ദുഅഫാ ഫഅസാബഹാ യഅസാറുൻ ഫീഹി ഫഹ്തറഖത് കദാലിക യുബയ്യിനു അല്ലാഹു ലക്കുമുൽ ആയാത് ലഅല്ലക്കും തതഫക്കറൂൻ. അള്ളാഹു ചോദിക്കുകയാണ്, അയവദ്ദു അഹദുക്കും, നിങ്ങളിൽ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ, കൊതിക്കുന്നുണ്ടോ? എന്ത്? അൻ തകൂന ലഹു ജന്ന, അവനൊരു തോട്ടം, വിശാലമായ ഒരു എസ്റ്റേറ്റ്. എന്തിന്റെ തോട്ടമാണ്, എന്തിന്റെ എസ്റ്റേറ്റ് ആണ്? മിൻ നഖീലിൻ വഅനാബ്, നഖീലും ഇനബും, ഈത്തപ്പനയും മുന്തിരിയും. ഈത്തപ്പന തോട്ടം എന്ന് പറഞ്ഞാൽ കർഷക സമ്പത്തിൽ അറബികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉന്നതമായ സമ്പത്താണ് എന്ത്? ഈത്തപ്പനത്തോട്ടം. ആ ഈത്തപ്പനത്തോട്ടത്തിന്റെ കൂടെ മുന്തിരിയും കൂടി ആയാലോ ഏറ്റവും വലുതായി. മുന്തിരിത്തോട്ടം എന്ന് പറഞ്ഞാൽ ഈ മധ്യപൗരസ്ത്യ ദേശത്തെ ഏറ്റവും വലിയ കൃഷിയാണ്. സിറിയയുടെയും ജോർഡാന്റെയും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷി. അവിടേക്കുള്ള മുതലാളിമാർ, നമ്മുടെ നാട്ടിൽ റബ്ബർ എസ്റ്റേറ്റ് മാതിരിയാണ് എന്ത് ഈ സിറിയയിലും ജോർഡാനിലും ഒക്കെ മുന്തിരിത്തോട്ടങ്ങൾ. ആരും ഒരു ജോർഡാൻ നിങ്ങൾ കണ്ടു ചോദിച്ചാലും എനിക്ക് ഇത്ര സ്ഥലം മുന്തിരിയുണ്ട് എന്ന് പറയും. അതൊരു വലിയ അഭിമാനമാണ്. അങ്ങനെയുള്ള വലിയ തോട്ടങ്ങൾ സാധാരണ തോട്ടമല്ല. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, ആ തോട്ടത്തിനടിയിലൂടെ നല്ല ആറുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു, പുഴകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന മനോഹരമായ തോട്ടം. എന്ന് മാത്രമല്ല, ലഹു ഫീഹാ മിൻ കുല്ലി സമറാത്ത്, ആ തോട്ടത്തിൽ മുന്തിരിയും ഈത്തപ്പനയും മാത്രമല്ല, ഫീഹാ മിൻ കുല്ലി സമറാത്ത്, എല്ലാ ഇനം കായ്കനികളും എല്ലാത്തരം പഴങ്ങളുമുള്ള ഒരു തോട്ടം, മനോഹരമായ തോട്ടം. വഅസാബഹുൽ കിബർ, അങ്ങനെ ഈ തോട്ടയുടമ വൃദ്ധനായി, വയസ്സായി, ഒരുപാട് കാലം അത് ആസ്വദിച്ചു, അത് തിന്നു കുടിച്ചു. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിന് വയസ്സായി. വലഹു ദുർരിയ്യത്തുൻ ദുഅഫാ, വയസ്സായി എന്ന് മാത്രമല്ല, കുറെ ദുർബലന്മാരായ മക്കളും അദ്ദേഹത്തിനുണ്ട്. വയസ്സായ ഘട്ടമാണ്, ദുർബലന്മാരായ മക്കളുണ്ട്. ഫഅസാബഹ, അങ്ങനെ ഇരിക്കുന്ന ഘട്ടം, വയസ്സായി അങ്ങെത്തിയിട്ടുണ്ട്, ദുർബലന്മാരായ മക്കളുണ്ട്, മനോഹരമായ തോട്ടമാണ്. ആ സമയത്ത് ഫഅസാബഹ യഅസാർ, ഒരു വമ്പിച്ച കൊടുങ്കാറ്റ് ആഞ്ഞു വീശി. സാധാരണ കൊടുങ്കാറ്റല്ല, തീയുള്ള കൊടുങ്കാറ്റ്. അതിന്റെ കാരണമായി ഫഹ്തറഖത്, തോട്ടം മുഴുവൻ കത്തിക്കരിഞ്ഞു പോയി. കദാലിക യുബയ്യിനു അല്ലാഹു ലക്കുമുൽ ആയാത്ത്, ഇപ്രകാരമാണ് അല്ലാഹു അവന്റെ വചനങ്ങളെ, ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ലഅല്ലക്കും തതഫക്കറൂൻ, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി. എന്താണ് അവിടെ ചിന്തിക്കാനുള്ളത്? ഒരു വളരെ ഇതിൽ ശാസ്ത്രമില്ല, സയൻസ് ഇല്ല, അവഗാഹത്തിൽ ഗഹനമായി ചിന്തിക്കേണ്ട ഒന്നുമില്ല. നിങ്ങൾ അതിന്റെ പുറത്തു നിന്ന് മാത്രം ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്താ സംഗതി? ഒരു തോട്ടം, സാധാരണ തോട്ടമല്ല, വലിയ ഒരു തോട്ടം, വ്യത്യസ്തമായ കായ്ക്കനികളുള്ള തോട്ടം, മുന്തിരിയും ഈത്തപ്പനയുമുള്ള തോട്ടം, ഏറ്റവും ഉന്നതമായ കൃഷിയാണ് മുന്തിരിയുടേതും ഈത്തപ്പനയുടേതും എന്ന് നാം മനസ്സിലാക്കി. എന്ന് മാത്രമല്ല, മുന്തിരിയും ഈത്തപ്പനയും മാത്രമല്ല, എല്ലാവിധ കായ്കനികളും. ആ തോട്ടം നനക്കാനോ അതിന് ജലസേചനം നടത്താനോ അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടില്ല. കാരണം എന്താ? അതിന്റെ അടിയിലൂടെ നല്ല നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന മനോഹരമായ തോട്ടം. അഥവാ തോട്ടക്കാരന് യാതൊരു ബുദ്ധിമുട്ടുമില്ല, ഒരു പ്രയാസവുമില്ലാതെ തോട്ടത്തിൽ നിന്ന് തന്റെ വരുമാനം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ആ സന്ദർഭം. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിന് പ്രായമാകുന്നു. നമുക്കറിയാം, ഒരു മനുഷ്യന് പ്രായമായാൽ അവൻ പിന്നീട് ചിന്തിക്കുക തന്റെ നല്ല കാലത്തുണ്ടാക്കി വെച്ച സ്വത്തിൽ നിന്ന് വരുന്ന വരുമാനങ്ങൾ ആസ്വദിക്കാം എന്ന നിലക്കാണ്. നമ്മളൊക്കെ നമുക്കറിയാം, കുറച്ചു കാലം ഇവിടെ അങ്ങോട്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് നാട്ടിൽ എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ച് നാട്ടിൽ നിന്ന് സുഖമായി ജീവിക്കാമെന്ന നിർവൃതിയിലും പൂതിയിലുമാണ് നമ്മളെല്ലാം. ഈ മനുഷ്യന്റെയും ധാരണ അങ്ങനെ തന്നെ. ഏതായാലും നല്ല തോട്ടമാണ്, ഇനിയിപ്പോ വയസ്സായി എന്ന് വിചാരിച്ചു വലിയ പ്രശ്നമൊന്നുമില്ല, കാരണം നല്ല തോട്ടമുണ്ട്. വയസ്സായി എന്നുള്ളത് മാത്രമല്ല, വലഹു ദുർരിയ്യത്തുൻ ദുഅഫാ,
വയസ്സായിന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് കുറെ ദുർബലന്മാരായ മക്കളാണുള്ളത്. അധ്വാനിച്ചു കൊണ്ടുവരാൻ പറ്റിയ നല്ല ആൺകുട്ടികളില്ല എന്നർത്ഥം. ലഹു ദുർരിയത്തുൻ ദുആഫാ, ചെറിയ കുട്ടികളാണ്, ദുർബലന്മാരാണ്. വയസ്സായി എന്ന് പറഞ്ഞാൽ അദ്ദേഹം മരിക്കാനാകാണ്, അല്ലെ? മരിക്കാനാകാണ്, മക്കൾ ദുർബലന്മാരാണ്. പക്ഷെ ഇദ്ദേഹത്തിന് സമാധാനം ഉണ്ട്. എന്താ? നല്ലൊരു തോട്ടമുണ്ട്, എല്ലാ നിലക്കും വരുമാനമുള്ള നല്ലൊരു തോട്ടം. ഉപജീവനത്തിന് മുട്ടുകയില്ല. ഞാനോ എന്റെ മക്കളോ എനിക്ക് പ്രയാസം വന്നാൽ പോലും, രോഗം വന്നാൽ പോലും, വാർദ്ധക്യം വന്നാൽ പോലും പട്ടിണി കിടക്കേണ്ടി വരികയില്ല എന്ന് തോന്നുന്ന ഒരു ഘട്ടം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും അമൂല്യമായ അവസ്ഥ ആ ഘട്ടത്തിലാണ്, ആ സന്ദർഭത്തിലാണ് കാറ്റാഞ്ഞു വീശിയത്. സാധാരണ കാറ്റല്ല. സാധാരണ കാറ്റാണെങ്കിൽ കുറച്ച് മരങ്ങളൊക്കെ ഒടിഞ്ഞു വീഴുമെന്ന് കരുതാം, വീണ്ടും പൊങ്ങുമല്ലോ, വളർന്നു പൊങ്ങുമല്ലോ. സാധാരണ കാറ്റല്ല, തീയുള്ള കാറ്റ്. തൽഫലമായി അതാ തീ കാറ്റടിച്ചതിന്റെ ഫലമായി എല്ലാം കത്തിക്കരിഞ്ഞു പോകുന്നു. എന്ത് സംഭവിച്ചു? താൻ പടുത്തുയർത്തിക്കൊണ്ടുവന്ന, താൻ നനച്ചു വളർത്തിയുണ്ടാക്കിയ മനോഹരമായ എല്ലാത്തരം പഴവർഗ്ഗങ്ങളുമുള്ള തന്റെ ഉപജീവനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സായിരുന്ന ആ തോട്ടം നശിക്കുന്നത് അദ്ദേഹത്തിന് കാണേണ്ടി വരികയാണ്. അഥവാ അദ്ദേഹത്തിന് അത്യാവശ്യമുള്ള ഘട്ടത്തിൽ ആ തോട്ടം അദ്ദേഹത്തിന് ഗുണം ചെയ്യാത്ത അവസ്ഥ വന്നു. എന്താ ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്? അള്ളാഹു പറയുകയാണ്, ഇങ്ങനെയാണ് അള്ളാഹു അവന്റെ ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു തരുന്നത് ചിന്തിക്കുന്നവർക്ക് വേണ്ടി, ആലോചിക്കുന്നവർക്ക് വേണ്ടി. എന്താണ് ഇതിലുള്ളത്? സഹോദര, നമ്മുടെ പ്രവർത്തനങ്ങളെയാണ് അള്ളാഹു ഇവിടെ നമുക്ക് വിവരിച്ചു തരുന്നത്. നമ്മളൊക്കെ പ്രവർത്തിക്കുന്നു, കഠിനാധ്വാനം ചെയ്ത് അമല് ചെയ്യുന്നു. പക്ഷേ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഈ കഠിനാധ്വാനം ചെയ്ത അമലുകൾ, പ്രവർത്തനങ്ങൾ നമുക്ക് ഉപകാരപ്പെടേണ്ട, അത് നമുക്ക് പ്രയാസമുള്ള, നമുക്ക് ഉപകാരം ചെയ്യേണ്ട ഘട്ടമാണ്, സന്ദർഭമാണ് പടച്ച തമ്പുരാന്റെ മുമ്പിൽ ചെന്നു നിൽക്കുമ്പോൾ ഹിസാബിന്റെ വേളയിൽ. പക്ഷേ അവിടെ ഞാനും നിങ്ങളും ചെയ്ത, കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ചെയ്ത പ്രവർത്തനങ്ങൾ മുഴുവൻ, നമുക്ക് ഫലം നൽകേണ്ട പ്രവർത്തനങ്ങൾ പടച്ച റബ്ബിന്റെ മുമ്പിലെത്തുമ്പോൾ ആടിച്ചു വീശുന്ന ധൂളികളായി പൊടിപടലങ്ങളായി മാറുന്ന ദാരുണമായ അന്ത്യം. ഏതുപോലെ ഈ മനുഷ്യന് സംഭവിച്ചതുപോലെയുള്ള ദാരുണമായ അവസ്ഥ. നാം ഭയപ്പെടണം. അള്ളാഹു അത് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ് ഈ ഉദാഹരണം പറഞ്ഞത്. അമലുകൾ, പ്രവർത്തനങ്ങൾ സമ്പൂർണമായി പടച്ച റബ്ബിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമുള്ളതല്ല എങ്കിൽ എന്ത് സംഭവിക്കും? ചില മുഖങ്ങൾ പേടിച്ചരണ്ടു പോയിരിക്കുന്നു. മുഖങ്ങൾ അവ പേടിച്ചരണ്ടു പോകേണ്ട മുഖങ്ങളായിരുന്നില്ല. കാരണം ആമിലത്തുൻ, പ്രവർത്തിച്ച മുഖങ്ങൾ, നാസിബത്തുൻ, ക്ഷീണിച്ച മുഖങ്ങൾ. പക്ഷേ ചൂടുള്ള നരകത്തിലേക്കാണ് ആ മുഖങ്ങൾ പ്രവേശിപ്പിക്കപ്പെടുക. എന്താ കാരണം? പ്രവർത്തിക്കാത്തത് കൊണ്ടല്ല, പ്രവർത്തനത്തിന്റെ അന്തസ് നഷ്ടപ്പെട്ടു പോയി. എന്തായിരുന്നു പ്രവർത്തനത്തിന്റെ അന്തസ്? പ്രവർത്തനത്തിന്റെ അന്തസ് ഇഖ്ലാസ് ആയിരുന്നു. പടച്ച റബ്ബിന് വേണ്ടി മാത്രം ചെയ്യേണ്ടിയിരുന്നു. ആളുകളെ കാണിക്കാൻ വേണ്ടിയല്ല, പാർട്ടിക്ക് വേണ്ടിയല്ല, സംഘടനയ്ക്ക് വേണ്ടിയല്ല, ജനങ്ങളിലുള്ള സ്ഥാനമാനത്തിന് വേണ്ടിയല്ല, പടച്ച റബ്ബിന് വേണ്ടി, റബ്ബിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന വിചാരം കൊണ്ട് മാത്രം ചെയ്യേണ്ടിയിരുന്നു. അങ്ങനെ ചെയ്യാത്ത പ്രവർത്തനങ്ങളുടെ അവസ്ഥ ഈ തോട്ടക്കാരന്റെ അവസ്ഥയായിരിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിവരിച്ചു തരുന്നത്. ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് ഞാൻ പറഞ്ഞത്. എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വ തആല, മഹാനായ റബ്ബ്, സൃഷ്ടാവായ, ഖാലിഖായ, റാസിഖായ, റഹീമായ, റഹ്മാനായ, ബദീആയ റബ്ബ്, പലതരത്തിലുള്ള സൃഷ്ടിപ്പ് നടത്തുന്ന റബ്ബ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ സൃഷ്ടിപ്പിന് ഒരുപാട് പദങ്ങൾ പറഞ്ഞു കാണും. വ്യത്യസ്തമായ രൂപത്തിലാണ്. ഖലഖയും സനഅയും ബദഅയും ഉണ്ട്. എല്ലാം വ്യത്യസ്തമായ സൃഷ്ടിപ്പുകളാണ്. വ്യത്യസ്തമായ സൃഷ്ടിപ്പുകൾ ഉണ്ടാക്കിയ റബ്ബ്, ആ റബ്ബ് മാത്രമാണ് സൃഷ്ടിച്ചത് എന്ന് നമുക്കറിയാം. ആ റബ്ബ് സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞ ശേഷം മനുഷ്യനോട് ചിന്തിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൽ ലിഉലിൽ അൽബാബ്. സത്യവിശ്വാസികളെ കുറിച്ച് പറയുകയാണ്, തീർച്ചയായും ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിൽ, വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, രാവും പകലും മാറി മാറി വരുന്നതിൽ, ലആയാതിൻ, ദൃഷ്ടാന്തങ്ങളുണ്ട്. തീർച്ചയായും ദൃഷ്ടാന്തങ്ങളുണ്ട്. ആർക്ക്? ലിഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവർക്ക്.
ചിന്തിക്കുന്നവർക്ക്, ബുദ്ധിയെ ഉപയോഗപ്പെടുത്തുന്നവർക്ക് ഇതിലൊക്കെ ദൃഷ്ടാന്തമുണ്ട്. എന്താണ് ഈ ആകാശം, എന്താണ് ഈ ഭൂമി? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. മഹാ അത്ഭുതമല്ലേ, മഹാ അത്ഭുതമല്ലേ? അള്ളാഹു ആ അത്ഭുതങ്ങളെ ഒരുപാട് സ്ഥലത്ത് നമുക്ക് ഒന്നുകൂടി വിശദീകരിച്ചൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ആ അത്ഭുതങ്ങൾ വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലായി പടച്ചറബ് പ്രതിപാദിച്ചിട്ടുണ്ട്. അതൊക്കെ ചിന്തിച്ചാൽ ലആയാത്തിൽ ഉലിൽ അൽബാബ്, ആർക്കാണ് ബുദ്ധിയുള്ള ചിന്തിക്കുന്ന ആളുകൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട്. എന്നിട്ട് അള്ളാഹു പറയുന്നു, അല്ലദീന യദ്കുറൂനല്ലാഹ്, അള്ളാഹുവിനെ സ്മരിച്ചു കൊണ്ടിരിക്കുന്നവർ, ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നവർ. എങ്ങനെയാണ് അള്ളാഹുവിനെ സ്മരിക്കേണ്ടത്? ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, ഇരുന്നും നിന്നും കിടന്നും, അഥവാ സദാസമയവും, എല്ലാ സമയത്തും പടച്ച റബ്ബിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് തന്റെ മനസ്സിനെ റബ്ബിന്റെ സ്മരണയിൽ പച്ച പിടിച്ചു നിർത്തുന്നവർ. അതാണ് അല്ലദീന യദ്കുറൂനല്ലാഹ് ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. എന്നിട്ടോ എന്തിനാണ് സ്മരണ, എന്തിനാണ് ദിക്ർ? ദിക്ർ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഏതെങ്കിലും ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. ദിക്ർ എന്ന് പറഞ്ഞാൽ എന്തിനായിരിക്കണം? യതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ കുറിച്ച് അവൻ ചിന്തിക്കുന്നു, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവൻ ചിന്തിക്കുന്നു. ദിക്ർ എന്തിനായിരിക്കണം? ദിക്ർ ഫിക്റിന് വേണ്ടിയായിരിക്കണം. ദിക്ർ ചൊല്ലുന്നത് എന്തിനു വേണ്ടിയായിരിക്കണം? ഫിക്റിന് വേണ്ടിയായിരിക്കണം, ചിന്തിക്കാൻ വേണ്ടിയാണ് സ്മരണ. സ്മരണ ചിന്തയിൽ അധിഷ്ഠിതമല്ലാത്ത സ്മരണ സ്മരണയല്ല. അത് കേവലം ബാഹ്യമായ ചില പ്രവർത്തനങ്ങൾ മാത്രമായി പോകും. അപ്പോൾ ചിന്ത എന്ന് പറയുന്നത് ഉടലെടുക്കേണ്ടത് അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്നാണ്. അങ്ങനെ ചെയ്യുന്നവരാണ് സത്യവിശ്വാസികൾ എന്ന് മാത്രമല്ല, അങ്ങനെ ചിന്തിച്ചാൽ ആകാശങ്ങളെ കുറിച്ച്, ആകാശത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിച്ചാൽ, ഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിച്ചാൽ, ഭൂമിയിലെ സംവിധാനങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ മനുഷ്യൻ പറഞ്ഞു പോകും, റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ, നാഥാ, ഞങ്ങളുടെ നാഥാ, ഇതൊന്നും നീ അർത്ഥശൂന്യമായി സൃഷ്ടിച്ചതല്ലല്ലോ. അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എന്താണ് ഭൂമി എന്ന് പറയുന്നത്? കരയും കടലും, അല്ലേ? ഫലഭൂയിഷ്ഠമായ ഭൂമി, മരുഭൂമി. ചിന്തിച്ചു നോക്കൂ, പർവ്വതങ്ങളും ചെറിയ കുന്നുകളും പച്ച പിടിച്ച പുൽമേടകളും പച്ചയല്ലാത്ത പ്രദേശങ്ങളും വെള്ളമുള്ള നല്ല സജലങ്ങളായ പ്രദേശങ്ങൾ, ഒട്ടും വെള്ളമില്ലാത്ത നിർജീവമായി കിടക്കുന്ന പ്രദേശങ്ങൾ. ചിന്തിച്ചു നോക്കൂ, എന്തിനാണ് ഈ മരുഭൂമികളെ അല്ലാഹു സൃഷ്ടിച്ചത്? എന്താണ് അതിലടങ്ങിയത്? നാം പലപ്പോഴും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടാകും. ഹജ്ജിന് പോയ ആളുകളുണ്ടാകും, ഉംറയ്ക്ക് പോയ ആളുകളുണ്ടാകും. UAE ബോർഡർ കഴിഞ്ഞാൽ സൗദി അറേബ്യയുടെ അഹ്സ എന്ന പ്രദേശത്ത് എത്തുന്നത് വരെയുള്ള വിശാലമായ റുബുൽ ഖാലി എന്ന പേരിൽ മാപ്പിൽ അടയാളപ്പെടുത്തി കിടക്കുന്ന പ്രദേശം നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടാകും. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ആ പ്രദേശത്തെ കുറിച്ച്? റുബുൽ ഖാലി, വിശാലമായ മരുഭൂമി, കണ്ണെത്താത്ത മരുഭൂമി. എത്രയോ മണിക്കൂറുകൾ പ്ലെയിനിൽ സഞ്ചരിച്ചാൽ പോലും തീരാത്ത മരുഭൂമി എന്നാണ് ആ മരുഭൂമിയെ കുറിച്ച് പറയുന്നത്. എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആ മരുഭൂമിയുടെ മടക്കുകളിൽ, ആ മരുഭൂമിയുടെ ഉള്ളറകളിൽ സ്വർണത്തിന്റെ കനത്ത ഖജനാവാണ് പടച്ച റബ്ബ് സൃഷ്ടിച്ച് സംവിധാനിച്ചിട്ടുള്ളത്. സൗദി അറേബ്യയുടെ നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ ശക്തമായ ഹറാസത്തിലാണ്, വലയത്തിലാണ് ആ പ്രദേശമുള്ളത്. നമുക്ക് കാണാൻ കേവലം ഒരു മരുഭൂമി. ആ മരുഭൂമിക്കട അടിയിലുള്ള അതിശക്തമായ ഖനികളെ കുറിച്ച്, സ്വർണ്ണ ഖനികളെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹം അല്ലെ? പെട്രോൾ നാം എന്നും കണ്ടുകൊണ്ടിരിക്കുന്നു, പെട്രോളിന്റെ ശക്തി. ഭൂമിയിൽ പടച്ച റബ്ബ് എന്തൊക്കെയാണ് സംവിധാനിച്ചത് നമുക്ക് ചിന്തിക്കാൻ, അല്ലെ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താണ് ഈ മരുഭൂമിയുടെ അടിയിൽ ആഴങ്ങളിൽ പടച്ച റബ്ബ് എങ്ങനെയാണ് അവിടെ സ്വർണം സംവിധാനിച്ചത്? എന്തിനാണത്? നമുക്കറിയില്ല. നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയുള്ള. അതിന് ആകാശങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ മഹാത്ഭുതമാണ്. അള്ളാഹു അത് ഓരോന്നോരോന്നായി എടുത്തു പറയുന്നുണ്ട്. ഇതൊക്കെ ചിന്തിക്കുമ്പോൾ, ഇതൊക്കെ ആലോചിക്കുമ്പോൾ അതൊരു ഇബാദത്ത് എന്ന നിലക്ക്, ഖൽബ് കൊണ്ട് ചെയ്യേണ്ട അമല് എന്ന നിലക്ക് അത് ആലോചിക്കുകയും, റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ, നാഥാ, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ലല്ലോ എന്ന് പറയാവുന്ന ഒരു പരുവത്തിലേക്ക് മനുഷ്യനെത്തുകയും ചെയ്യുക. അതിൽ നിന്ന് ദിക്ർ വരട്ടെ, എന്നിട്ട് പറയട്ടെ സുബ്ഹാനക്, ഞാൻ നിന്നെ പരിശുദ്ധിപ്പെടുത്തുന്നു നാഥാ. സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ, അത് മനസ്സുകൊണ്ട് പറയാൻ, നാവ് കൊണ്ടല്ല. മനസ്സിൽ തട്ടി ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ എന്ത് വേണം? ആകാശങ്ങളെ കുറിച്ച്, ഭൂമിയെ കുറിച്ച്, സൃഷ്ടിപ്പിനെ കുറിച്ച് മനുഷ്യന് ചിന്തിക്കാൻ സാധിക്കണം. അതാണ് റബ്ബ് പറഞ്ഞു തരുന്നത്. അങ്ങനെയുള്ളവരാണ് സത്യവിശ്വാസികൾ. മാത്രമല്ല, എന്നിട്ട് അവൻ പറഞ്ഞു പോകുന്നു, ഫഖിനാ അദാബന്നാർ, നാഥാ, നരകാഗ്നിയുടെ ശിക്ഷയിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ നിനക്കല്ലാതെ സാധ്യമല്ല. അതുകൊണ്ട് ഈ ലോകങ്ങളെ സൃഷ്ടിച്ച, ആകാശങ്ങളെ സൃഷ്ടിച്ച, ഭൂമിയെ സൃഷ്ടിച്ച റബ്ബേ,
ഫഖിനാ അദാബന്നാർ, എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ. സഹോദര, എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഭൂമി കണ്ടുപിടിച്ച വാർത്ത നാം പത്രങ്ങളിൽ വായിക്കുകയാണ്. നമുക്ക് എന്ത് തോന്നി അത് കേട്ടപ്പോൾ? വല്ലതും തോന്നിയോ? വല്ല അത്ഭുതവും തോന്നിയോ? ഒരു ഭൂമി കൂടി കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത നമുക്ക് തോന്നിയോ? സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ തോന്നിയോ ആ വാർത്ത വായിച്ചപ്പോൾ? അതല്ല, മറ്റൊരു ഭൂമി കൂടി കണ്ടുപിടിച്ചാൽ ഈ ഭൂമിയുടെ വില കുറയുമെന്ന ഒരു സാധാരണ റിയൽ എസ്റ്റേറ്റ് ഏജൻസിയുടെ ഒരു ചിന്തയാണോ നമുക്ക് വന്നത്? നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമുക്ക് സാധിച്ചോ? എവിടെയായിരുന്നു ഈ ഭൂമി? മനുഷ്യന്റെ കണ്ണ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഗവേഷണവും സയൻസും ഇവിടെ ഉണ്ടായിരുന്നല്ലോ, പ്രപഞ്ചത്തിലുള്ള പ്രതലം തന്നെയാണല്ലോ കണ്ടുപിടിക്കപ്പെട്ടത്. പിന്നെ എവിടെയായിരുന്നു ഈ ഭൂമി? എന്തേ ഇപ്പോൾ അങ്ങനെ ഒരു ഭൂമി കണ്ടുപിടിക്കപ്പെടാൻ? നമ്മൾ ചിന്തിച്ചോ? സുബ്ഹാനക എന്ന് പറയാൻ, സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ. അതാണ് സഹോദര മുസ്ലിമായ മനുഷ്യന്റെ ചിന്ത. അതാണ് ചിന്ത എന്ന് പറഞ്ഞാൽ പണയം വെക്കപ്പെട്ട ചിന്തയല്ല. സർവവിധ ചങ്ങലകളെയും പൊട്ടിച്ചെറിഞ്ഞ് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാൻ, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കാനുള്ള ശക്തമായ പ്രേരണ. എന്നിട്ട് ഇപ്രകാരം പറയാൻ സാധിക്കണം: റബ്ബനാ ഇന്നക മൻ തുദ്ഖിലിൻ നാർ ഫഖദ് അഖ്സൈത വമാ ലിൽസാലിമീന മൻ അൻസാർ. നാഥാ, നീ എങ്ങാനും ആരെങ്കിലും നരകത്തിൽ പ്രവേശിപ്പിച്ചാൽ തീർച്ചയായും അവനെ നീ അപമാനിച്ചിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് നാഥാ, നിന്റെ രക്ഷയല്ലാതെ രക്ഷയില്ലല്ലോ നാഥാ, അതുകൊണ്ട് എന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്ന ഒരു പ്രാർത്ഥന. ചിന്തയും ശാസ്ത്രവും പഠനവും മനനവും ഗവേഷണവുമെല്ലാം അവസാനം ചെന്നു നിൽക്കേണ്ടത് നരകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്ന ചിന്തയിലേക്ക്. സഹോദര, ഇതാണ് വിശ്വാസികൾക്കുണ്ടാകേണ്ട ചിന്ത. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. സൂറത്തുർ റഅദ് എന്ന പേരിൽ വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായമുണ്ട്. ഇടി എന്നാണ് റഅദിന്റെ അർത്ഥം. ഇടിയുടെ ശബ്ദത്തിനാണ് റഅദ് എന്ന് പറയുന്നത്. ആ അധ്യായം അല്ലാഹു ആരംഭിക്കുന്നത് തന്നെ ഇപ്രകാരമാണ്: അലിഫ് ലാം മീം റാ തിൽക ആയാതുൽ കിതാബ് വല്ലദീ ഉൻസില ഇലൈക മിർ റബ്ബിക്കൽ ഹഖ് വലാകിന്ന അക്സറൻ നാസി ലാ യുഅ്മിനൂൻ. ഒരാവർത്തി എല്ലാവരും വായിച്ചു നോക്കേണ്ട അധ്യായം. അതിൽ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അത് തുടങ്ങുന്നത് തിൽക ആയാതുൽ കിതാബ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. കിതാബിലെ ആയത്തുകളാണ്. വല്ലദീ ഉൻസില ഇലൈക മിർ റബ്ബിക്കൽ ഹഖ് വലാകിന്ന അക്സറൻ നാസി ലാ യുഅ്മിനൂൻ. നിശ്ചയമായും നിന്റെ രക്ഷിതാവിങ്കൽ നിന്ന് നിനക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ആയത്തുകൾ സത്യസന്ധമാകുന്നു, ഒരു സംശയവുമില്ല. ഇനി പറയുന്ന കാര്യമാണ് ഈ സത്യസന്ധതയെ നമുക്ക് ബോധ്യപ്പെടുത്തുന്നത്. പക്ഷേ അള്ളാഹു തന്നെ തുടർന്ന് പറയുന്നു: വലാകിന്ന അക്സറൻ നാസി ലാ യുഅ്മിനൂൻ. പക്ഷേ ഇത്ര പച്ചയായി നഗ്നമായി സത്യസന്ധമായ കാര്യം അവതരിപ്പിച്ചിട്ട് പോലും ഭൂരിഭാഗം ആളുകളും ലാ യുഅ്മിനൂൻ, വിശ്വസിക്കുന്നില്ല. അത് അല്ലാഹു നേരത്തെ പറഞ്ഞു വെക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇനി പറയുന്ന സത്യം മനുഷ്യന് തന്റെ കണ്ണുകളെ കൊണ്ടും ചിന്തകളെ കൊണ്ടും മനസ്സിലാക്കാൻ സാധിക്കുന്ന സത്യമാണ്. ആ സത്യം എടുത്തു പറഞ്ഞ ശേഷം മാത്രമാണ് അല്ലാഹു പരലോകത്തെ കുറിച്ച് പറയുന്നത്. നോക്കൂ, അല്ലാഹുല്ലദീ റഫഅസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ. അല്ലാഹു പറയുന്നു, അല്ലാഹു അവനാണ് അല്ലദീ റഫഅസ് സമാവാത്, ഈ ആകാശങ്ങളെ ഉയർത്തിയവൻ. അല്ലേ? ആരാണിത് ഉയർത്തി നിർത്തിയത്? എന്നിട്ട് ഉയർത്തിയത് എങ്ങനെയാണ്? നിങ്ങൾ ആരെങ്കിലും ബിഗൈരി അമദിൻ തറൗനഹാ, നിങ്ങളുടെ കണ്ണുകളെ കൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ലാത്ത തൂണുകൾ മുഖേന. അല്ലേ? തൂണുണ്ടോ ഇതിന്? അല്ലാഹു നിങ്ങൾക്ക് കാണാനാവുന്ന തൂണുകൾ കൂടാതെ, അവലംബങ്ങൾ കൂടാതെ ആകാശങ്ങളെ ഉയർത്തി നിർത്തിയവനാണ് അല്ലാഹു. ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ, എന്താണ് ഈ പറയുന്നത്? നമ്മൾ ആരെങ്കിലും ആകാശങ്ങളുടെ തൂണുകൾ കണ്ടിട്ടുണ്ടോ? ഒരു തൂണുകളിൽ പടുത്തുയർത്തപ്പെട്ട, പില്ലറുകളിൽ പടുത്തുയർത്തപ്പെട്ട സഖഫ് പോലെ, മേൽപ്പുര പോലെ ഉയർന്നു നിൽക്കുന്ന വിശാലമായ ആകാശം. അല്ലാഹു പറയുന്നു ബിഗൈരി അമദിൻ തറൗനഹാ. ആരാണിത് ഉയർത്തിയത്? ആരാണ് ഈ രൂപത്തിൽ ഇതിന് സൃഷ്ടിച്ചത്? അല്ലാഹുവാണ്. തീർന്നില്ല. സുമ്മസ്തവാ അലൽ അർശ്. ഇതിന്റെ നിർമ്മാണം, ഇതിന്റെ ഉയർത്തൽ കഴിഞ്ഞ ശേഷം അല്ലാഹു സിംഹാസനസ്ഥനായി. എന്നിട്ട് പറയുന്നു വസഖറ ശംസ വൽ ഖമർ. ഓരോ വാചകവും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. തൂണില്ലാത്ത ആകാശത്തെക്കുറിച്ച് നാം ചിന്തിക്കണം. അള്ളാഹുവിന്റെ സിംഹാസനത്തെക്കുറിച്ച് നാം ആലോചിച്ചു നോക്കണം. വസഖറ ശംസ വൽ ഖമർ. മാത്രമല്ല സൂര്യനെയും ചന്ദ്രനെയും അവൻ കീഴ്പ്പെടുത്തി തരികയും ചെയ്തു. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, മനുഷ്യൻ എത്ര സങ്കീർണമായ രൂപത്തിലുള്ള സൂര്യോർജമാണ് മനുഷ്യൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ചിന്തിച്ചു നോക്കൂ.
ഇലക്ട്രിസിറ്റി എന്നത് നമുക്കറിയാം, നാം അതിന് പേ ചെയ്തുകൊണ്ടിരിക്കുന്ന ബില്ലും അതിന്റെ വിലയും മൂല്യവും നമുക്കറിയാം. പക്ഷേ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, സോളാർ സിസ്റ്റത്തെ കുറിച്ച്, സൗരോർജ്ജത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അള്ളാഹു പറയുന്നു, സഖറ ശംസ വൽ ഖമർ, നിങ്ങൾക്കത് കീഴ്പ്പെടുത്തി തന്നു. മനുഷ്യൻ ഉപയോഗപ്പെടുത്തുകയാണ്. സൂര്യോർജ്ജം ഉപയോഗപ്പെടുത്തി മനുഷ്യർ അതിശക്തമായ വലിയ വലിയ പവറുകളുള്ള പലതരത്തിലുള്ള ഫാക്ടറികളും പ്രവർത്തിപ്പിക്കുകയും അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു. സൂര്യന്റെ വെളിച്ചമില്ലെങ്കിൽ, സൂര്യന്റെ പ്രകാശമില്ലെങ്കിൽ, സൂര്യന്റെ ചൂടില്ലെങ്കിൽ മനുഷ്യജന്മം, മനുഷ്യജീവൻ, സസ്യജീവൻ, ഈ ഒരു തരത്തിലുള്ള ജീവനും ഈ ലോകത്തുണ്ടാകുമായിരുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അതിന്റെ സംവിധാനം, സഖറ ശംസ വൽ ഖമർ എന്ന് പറഞ്ഞതിന്റെ വാക്ക്, അതിന്റെ അടിയിലടങ്ങിയിട്ടുള്ള അർത്ഥം, അതിന്റെ സംവിധാനം. ഈ സൂര്യനെങ്ങാനും ഇപ്പോൾ പടച്ച റബ്ബ് നിലനിർത്തിയിട്ടുള്ള ഡിസ്റ്റൻസിനപ്പുറമോ ഇപ്പുറമോ ആയിരുന്നെങ്കിൽ ഉണ്ടാകാവുന്ന ഭീകരമായ അവസ്ഥ ചിന്തിച്ചു നോക്കൂ. ചൂടുകൊണ്ട് പലപ്പോഴും നാം പ്രയാസപ്പെടുന്ന ഘട്ടമാണ് ഇപ്പോൾ നമുക്കറിയാം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഈ സൂര്യനെങ്ങാനും റബ്ബുൽ ഇസ്സത്ത് ഇപ്പോൾ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള, നിലനിർത്തിയിട്ടുള്ള ആ സ്ഥലത്തു നിന്നെങ്ങാനും അല്പം അങ്ങോട്ടോ അല്പം ഇങ്ങോട്ടോ ആയി പോയാൽ ഉണ്ടാകുന്ന ഭീകരമായ അവസ്ഥ. അല്ലാഹു സഖറ ശംസ വൽ ഖമർ, ആർക്കെങ്കിലും പറയാൻ സാധ്യമാണോ? വീണ്ടും അല്ലാഹു പറയുന്നു, കുല്ലുൻ യജ്രി ലി അജലിൻ മുസമ്മാ, എല്ലാം ഒരു നിശ്ചിത അവധി വരെ സഞ്ചരിക്കുന്നു. കുല്ലുൻ യജ്രി ലി അജലിൻ മുസമ്മാ. സൂര്യനും ചന്ദ്രനും മാത്രമല്ല, ആകാശങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഗോളങ്ങളെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. നിശ്ചിത സഞ്ചാരപഥങ്ങളിൽ അവ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ആരാണ് അവയെ കൃത്യമായി ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലാഹു ഒരുപാട് സ്ഥലങ്ങളിൽ അത് ചോദിക്കുന്നുണ്ട്. നിർണിത വേഗതയുള്ള ആകാശഗോളങ്ങൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ആ ആകാശഗോളങ്ങളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ കൃത്യമായി സെക്കൻഡുകളെക്കാൾ മൈന്യൂട്ടായ ഏറ്റവും ചെറിയ രൂപത്തിലുള്ള സമയങ്ങളും മനുഷ്യൻ അടയാളപ്പെടുത്തുകയും പറയുകയും ചെയ്യുന്നു. കൃത്യമായ സമയം, അല്ലേ? തെറ്റാത്ത കൃത്യമായ സമയം. അഥവാ നിശ്ചിത വേഗതയുള്ള ആകാശഗോളങ്ങൾ, ആ ആകാശഗോളങ്ങളുടെ അവസ്ഥ അന്യോന്യം കൂട്ടിമുട്ടാതെ ആ ഗോളങ്ങളെ ശൂന്യാകാശത്ത് താങ്ങി നിർത്തിയതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. മഹാത്ഭുതമല്ലേ? എന്താണ് ഈ സിസ്റ്റം? നിങ്ങൾ ചിന്തിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം, ഇന്ന് പോലും മനുഷ്യൻ ഓരോ ദിവസവും കഴിയുന്തോറും പുതിയ പുതിയ ഗോളങ്ങളെ ആകാശത്ത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ, സ്പേസിൽ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ. നമുക്ക് ചിന്തിച്ചുകൂടെ, ആരാണ് കോടാനുകോടി മനുഷ്യനിപ്പോഴും കണ്ടെത്തിയിട്ടില്ലാത്ത അത്രവണ്ണം വിശാലമായ ഈ ഗോളങ്ങളെ ഈ ശൂന്യാകാശത്ത് ഒരു കൂട്ടിമുട്ടലുമില്ലാതെ ഈ രൂപത്തിൽ സഞ്ചരിക്കാവുന്ന രൂപത്തിൽ സംവിധാനിച്ചത്? അത് അടിയിലേക്ക് വീണുപോകാതെ, നശിച്ചു പോകാതെ സംവിധാനിപ്പിച്ചതാരാണ്? ചിന്തിച്ചുകൂടെ? ചിന്തിക്കണം. ആ താങ്ങി നിർത്തുന്ന ഈ ആകാശത്തെയും ഈ ഗോളങ്ങളെയും ഒക്കെ താങ്ങി നിർത്തുന്ന നിയമം ഏതാണ്? മനുഷ്യനൊരു പക്ഷേ ആ നിയമത്തിന്റെ പേര് പറയാൻ അറിയാം, അല്ലേ? ഗവേഷണം ചെയ്ത് സയന്റിസ്റ്റുകൾ കണ്ടുപിടിച്ചിട്ടുള്ളത് ആ താങ്ങി നിർത്തുന്ന നിയമത്തിന്റെ പേര് മാത്രമാണെങ്കിൽ ആരാണ് സഹോദര ആ സംവിധാനം ഉണ്ടാക്കിയത്? നമുക്ക് സാധ്യമാണോ അത്തരമൊരു സംവിധാനം പടുത്തുയർത്താൻ? സാധ്യമല്ലെന്ന് മാത്രമല്ല, പടച്ച റബ്ബുണ്ടാക്കിയിട്ടുള്ള സംവിധാനങ്ങൾക്ക് പേരിടാൻ, ആകർഷണ സിദ്ധാന്തമാണെന്ന് പറയാൻ പേരിടാൻ മാത്രമാണ് മനുഷ്യന് സാധിച്ചിട്ടുള്ളത്. മനുഷ്യന്റെ സയൻസ് അവിടെ മാത്രമാണ് ചെന്നെത്തി നിൽക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊക്കെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം. അല്ലാഹു എന്നിട്ട് പറയുന്നു, യുദബ്ബിറുൽ അംറ യുഫസ്സിലുൽ ആയാത്ത് ലഅല്ലകും ബിലിഖാഇ റബ്ബികും തൂഖിനൂൻ. നിങ്ങളുടെ രക്ഷിതാവുമായി കണ്ടുമുട്ടുന്നതിനെ കുറിച്ച് നിങ്ങൾ ദൃഢബോധമുള്ളവരായി തീരാൻ വേണ്ടിയാണ് അവൻ ഇത്തരം ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നത്. ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ, ആകാശങ്ങളെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും ഗോളങ്ങളെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചും അവയുടെ സഞ്ചാര രീതിയെക്കുറിച്ചും രൂപത്തെക്കുറിച്ചുമൊക്കെ നമുക്ക് വിവരിച്ചു തരുന്നത് ഒരു പക്കാ സയൻസ് നിങ്ങൾ പഠിക്കാനല്ല, ഒരു ഗോളശാസ്ത്രം പഠിക്കാനല്ല, ആ ഗോളശാസ്ത്രത്തിലെ പുതിയ ഏതെങ്കിലും ഭാഗങ്ങൾ നിങ്ങൾ സംവിധാനിച്ചുണ്ടാക്കാനല്ല. മറിച്ച് എന്തിനാണ്? കദാലിക യുദബ്ബിറുൽ അംറ യുഫസ്സിലുൽ ആയാത്ത്. എന്തിനാണ് ഈ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നത്? ലഅല്ലകും ബിലിഖാഇ റബ്ബികും തൂഖിനൂൻ. റബ്ബിനെ കണ്ടുമുട്ടേണ്ടി വരുമെന്ന പച്ചയായ നഗ്നമായ സത്യം, അതിൽ നിങ്ങൾ ദൃഢമായി വിശ്വസിക്കണം. അതിൽ വിശ്വസിച്ചാൽ മാത്രമേ മനുഷ്യന് രക്ഷയുള്ളൂ. അതിൽ വിശ്വസിച്ചെങ്കിൽ മാത്രമേ മനുഷ്യന്റെ ജീവിതം നന്നാക്കി തീർക്കാൻ അവന് സാധിക്കുകയുള്ളൂ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, തൊട്ടടുത്ത 3-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത്, വഹുവല്ലദീ മത്തൽ അർദ വജഅല ഫീഹാ റവാസിയ വഅൻഹാറാ. മനുഷ്യന് തന്റെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്ന ഉദാഹരണങ്ങൾ, അവനാണ് ഭൂമിയെ വിശാലമാക്കിയവൻ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ആരാണ് ഈ ഭൂമിയെ വിശാലമാക്കിയവൻ? ഗോളത്തെ പോലെ ഉരുണ്ട
ഇരുണ്ടതാണെന്ന് പറയുന്ന ഈ ഭൂമി, ആ ഭൂമിയുടെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അത് വിശാലമാണ്, ആർക്കും ഇവിടെ കുടുസായി അനുഭവപ്പെടുന്നില്ല. എത്ര യാത്ര ചെയ്താലും, പടിഞ്ഞാറോട്ട് യാത്ര ചെയ്താലും അവസാനിക്കാത്ത ഭൂമി, കിഴക്കോട്ട് യാത്ര ചെയ്താലും അവസാനിക്കാത്ത ഭൂമി. വഹുവല്ലദീ മദ്ദൽ അർദ, അവൻ തന്നെയാണ്, മറ്റാർക്കും അവകാശപ്പെടാൻ സാധ്യമല്ല. മറ്റൊരു ഭൂമി നിങ്ങൾ കണ്ടുപിടിച്ചാൽ പോലും ആ ഭൂമിയുടെ ഉപജ്ഞാതാവാണ് നിങ്ങൾ, നിർമ്മാതാവാണ് നിങ്ങൾ എന്ന് പറയാൻ നിങ്ങൾക്ക് സാധ്യമല്ല. മറിച്ച് പടച്ച റബ്ബ് ഇവിടെ സംവിധാനിച്ചിട്ടുള്ള ഒരു സംവിധാനത്തെ നിങ്ങൾ ഇപ്പോൾ കാണുക മാത്രമാണ് ചെയ്തത്. വഹുവല്ലദീ മദ്ദൽ അർദ, തീർന്നില്ല. വജഅല ഫീഹാ റവാസിയ വൻഹാറാ, ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങളും നദികളും അവിടെ ഉണ്ടാക്കുകയും ചെയ്തവൻ അവൻ തന്നെയാണ്. ആരാണ് ഇവിടെ പർവ്വതങ്ങളെ ഉണ്ടാക്കിയവൻ? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും? എന്തിനാണ് ഈ പർവ്വതങ്ങൾ? ഔതാദ എന്ന പദമാണ് പർവ്വതങ്ങളെ കുറിച്ച് പഠിച്ച റബ്ബ് നമുക്ക് വിശദീകരിച്ചു തരുമ്പോൾ പറയുന്നത്. വത്ദ്, ഔതാദ് എന്ന പദം പുരാതന കാലത്ത്, ജാഹിലിയ്യ കാലത്ത്, വിവരമില്ലാത്ത വിജ്ഞാനമില്ലാത്ത കാലത്ത് മരുഭൂമിയിലൂടെ യാത്ര ചെയ്തിരുന്ന കാട്ടറബികൾ ടെന്റ് കെട്ടാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന കുറ്റികളായിരുന്നു വത്ദുകൾ. ആ വത്ദുകളാണ് പർവ്വതങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് പച്ചയായ ഒരു പരുക്കൻ അറബിയുടെ ഒരു ബദുവിന്റെ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞു, നിങ്ങൾക്ക് പർവ്വതങ്ങളെ വത്ദുകളാക്കി തന്നു എന്ന്. പെട്ടെന്ന് അറബിക്ക് മനസ്സിലായി എന്തിനാണ് വത്ദ്. ഈ ടെന്റ് നിലനിൽക്കാൻ വത്ദ് ആവശ്യമാണ്. വത്ദില്ലെങ്കിൽ ടെന്റ് ഉണ്ടാവുകയില്ല. പിടിച്ചുകെട്ടാൻ വത്ദ് വേണം. അത്രയും ശക്തമാണ്. ഈ ഭൂമിയുടെ സന്തുലിതത്വം നിലനിർത്താൻ, ഈ ടെന്റ് ഏതുപോലെ നിലനിർത്താൻ വത്ദ് ആവശ്യമാണോ അതുപോലെ ആവശ്യമാണ് പർവ്വതം എന്ന സത്യം. ഒരു സാധാരണ സയൻസ് പഠിച്ചിട്ടില്ലാത്ത, യൂണിവേഴ്സിറ്റികളിൽ പോയിട്ടില്ലാത്ത, ഗവേഷണം നടത്താൻ സാധ്യതയില്ലാത്ത, സന്ദർഭമില്ലാത്ത ഒരു സാധാരണ മനുഷ്യന് മനസ്സിലാകുന്ന രൂപത്തിൽ അള്ളാഹു പറഞ്ഞു. നോക്കൂ നിങ്ങൾ, റവാസിയ എന്ന പദമാണ് ഇവിടെ പ്രയോഗിച്ചത്. റവാസിയ എന്ന് പറഞ്ഞാൽ ഉറച്ചു നിൽക്കുന്നത് എന്നാണ് അർത്ഥം. ശക്തമായി ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾ. മനുഷ്യൻ എന്തുമാത്രം ടെക്നോളജിയാണ് ഒരു പർവ്വതം പൊട്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. എത്ര ശക്തമായ പവറാണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നമുക്കറിയാം, കിണർ കുഴിച്ച് താഴെ എത്തുമ്പോൾ പാറ കണ്ടാൽ അന്തം വിട്ടു നിൽക്കും. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെയുള്ള സാധാരണക്കാരൻ പേടിച്ചു പോവും. അയ്യോ, അതിന്റെ അടിയിൽ പാറയാണ്, ഇനി എന്ത് ചെയ്യും? മണ്ണാണെങ്കിൽ കിളച്ചു മാറ്റാമായിരുന്നു, വെള്ളമുണ്ടാകുമായിരുന്നു. പാറയാണ്, ഇനി എന്ത് ചെയ്യും? ആ പാറയുടെ ഒരു കഷ്ണം പൊട്ടിക്കാൻ വേണ്ടി എന്തുമാത്രം പ്രയാസമാണ് അനുഭവിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? ഇങ്ങനെയുള്ള പാറകളെയും പർവ്വതങ്ങളെയും സൃഷ്ടിച്ചവൻ. മാത്രമോ വമിൻ കുല്ലി സമറാത്തി ജഅല ഫീഹാ സൗജൈൻ, അത്ഭുതകരമായ കാര്യം അള്ളാഹു പറഞ്ഞു തരുന്നു. പലതരത്തിലുള്ള കായ്കനികളെയും പഴവർഗ്ഗങ്ങളെയും അള്ളാഹു ഇവിടെ സംവിധാനിച്ചു. പക്ഷേ സംവിധാനത്തിന്റെ രൂപം എന്താണ്? ജഅല ഫിഹാ സൗജൈൻ, എല്ലാറ്റിൽ നിന്നും ഇണകളെ ഉണ്ടാക്കി. എല്ലാറ്റിനും ഇണകളുണ്ട്. ഇണസിദ്ധാന്തം എന്നത് അതിശക്തമായി ഇവിടെ അതിന്റെ ബാക്കി നിലനിൽക്കാൻ ആവശ്യമാണ് എന്നതുകൊണ്ട് തന്നെ വമിൻ കുല്ലി സമറാത്തി ജഅല ഫിഹാ സൗജൈനി, എല്ലാ ഫലവർഗ്ഗങ്ങളിൽ നിന്നും അവൻ അതിൽ ഈ രണ്ട് ഇണകളെ ഉണ്ടാക്കി. രണ്ടാണ് എല്ലാം. ഏതു തരം പഴവർഗ്ഗങ്ങൾ നിങ്ങൾ പരിശോധിച്ചാലും അത് മെയിലും ഫീമെയിലും ഉണ്ട്. മെയിലും ഫീമെയിലും ഇല്ലെങ്കിൽ ഇവിടെ പ്രജനനം ഉണ്ടാവുകയില്ല. പ്രജനനം ഉണ്ടാവുകയും ഭൂമിക്ക് അത് ആവശ്യമാകുന്ന അത്രയും ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യണം. അതിനുവേണ്ടി സൗജൈനി ഇസ്നൈനി. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പുരുഷനും സ്ത്രീയും ബന്ധപ്പെടുകയും അങ്ങനെ ജീവിക്കുകയും ചെയ്താൽ മക്കളുണ്ടാകുമെന്ന സാധാരണ ശാസ്ത്രമറിയുന്ന നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ സസ്യങ്ങളുടെയും പഴവർഗ്ഗങ്ങളുടെയും കായ്കനികളുടെയും കഥയൊക്കെ ഇതാകുന്നു എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ് അള്ളാഹു ഉണ്ടാക്കിയത്. എന്നിട്ട് പറയുന്നു, ഇന്ന ഫീ ദാലിക ലആയാത്ത്, ഈ പറഞ്ഞതിലും ദൃഷ്ടാന്തമുണ്ട്. ആർക്ക്? ലിഖൗമിൻ യതഫക്കറൂൻ, ചിന്തിക്കുന്ന ജനതക്ക്. ചിന്തിക്കുന്ന ജനതക്ക് ഇതിലൊക്കെ കാര്യമുണ്ട്. മനസ്സിലാക്കാൻ ഒരുപാട് സംഗതികളുണ്ട്. ഇനി നോക്കൂ, 4-ാമത്തെ ആയത്തിൽ അള്ളാഹു അതിനേക്കാൾ അത്ഭുതമായ ഒരു സത്യത്തിലേക്ക് അള്ളാഹു നമ്മെ ക്ഷണിക്കുന്നു. വഫിൽ അർദി ഖിതഉൻ മുതജാവിറാത്ത്. സൂറത്തുർ റഅദ് നിങ്ങൾ എല്ലാവരും വായിച്ചു നോക്കണം. നിങ്ങൾക്കതിൽ അത്ഭുതം കാണാൻ സാധിക്കും. വിശ്വാസത്തിന് ദൃഢത വരാൻ, ശക്തി വരാൻ, പടച്ച റബ്ബിനെ ഞാൻ കണ്ടുമുട്ടുമെന്ന ഉറപ്പ് നമുക്ക് കിട്ടാൻ സൂറത്തുർ റഅദ് വായിച്ചാൽ മതി. വഫിൽ അർദി ഖിതഉൻ മുതജാവിറാത്ത്. അള്ളാഹു നമ്മോട് ഒരു സത്യം പറഞ്ഞു തരുന്നു. ഭൂമി അള്ളാഹു സൃഷ്ടിച്ച രൂപം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? തൊട്ട് കിടക്കുന്ന പ്രവിശ്യകളാണ്, ഖണ്ഡങ്ങളാണ് ഭൂമി എന്ന് പറയുന്നത്. തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശങ്ങൾ. ഇപ്പുറത്തൊരു ഒരു വയലിന്റെ ഒരു കഷ്ണം, അത്
അതിന്റെ നേരപ്പുറത്ത് വേറൊരു വയലിന്റെ കഷ്ണം. നമ്മൾ അതിന് ഇടയിൽ വരമ്പുകൾ ഇട്ടിരിക്കുന്നു. എന്തിനാണ് വരമ്പിട്ടത്? അത് വെള്ളം കെട്ടി നിർത്താൻ വേണ്ടി. കൃഷി ചെയ്തവർക്കറിയാം, വെള്ളം കെട്ടി നിർത്താൻ, വളം കെട്ടി നിർത്താൻ, അവിടെയുള്ള വളം ഇതിലേക്ക് പോകാതിരിക്കാൻ, അവിടെ നിന്നുള്ള വെള്ളം ഇതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി വരമ്പുകൾ ഉണ്ടാക്കിയവർ. തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശം. പക്ഷേ ആ പ്രദേശത്തിന്റെ അവസ്ഥ എന്താ? വജന്നാതും മിൻ അഅനാബിൻ വസർഉൻ വനഖീലുൻ സിൻവാനുൻ വഗൈറു സിൻവാൻ. ഇതിന്റെ അവസ്ഥ എന്താ? തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശങ്ങൾ മുന്തിരിത്തോട്ടങ്ങളും കൃഷികളും ഒരു മുരട്ടിൽ നിന്ന് പല ശാഖകളായി വളരുന്നതും വേറെ വേറെ മുരടുകളിൽ നിന്ന് വളരുന്നതുമായ ഈത്തപ്പനകൾ. എന്തൊക്കെ തരമാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഒരേ ഭൂമിയിൽ, തൊട്ടടുത്ത് കിടക്കുന്ന ഭൂമിയിൽ, ഇവിടെ മുന്തിരി, ഇവിടെ ഓറഞ്ച്, രണ്ടിന്റെയും ടേസ്റ്റ് വ്യത്യസ്തമാണ്. അള്ളാഹു അതാണ് വിശദീകരിക്കുന്നത്. യുസ്ഖാ ബിമാഇൻ വാഹിദ്. എല്ലാ കായ്കനികൾക്കും എല്ലാ പഴങ്ങൾക്കും ഒരേ വെള്ളമാണല്ലോ നിങ്ങൾ നൽകുന്നത്, അല്ലേ? ഒരേ രുചിയുള്ള വെള്ളം, ഒരേ രൂപമുള്ള വെള്ളം, ഒരേ മൂലകങ്ങളുള്ള വെള്ളം, ഒരേ കണ്ടൻസുകൾ അടങ്ങിയ വെള്ളമാണ് നിങ്ങൾ നൽകുന്നത്. പക്ഷേ വനുഫദ്ദിലു ബഅ്ളഹ അലാ ബഅ്ദിൻ ഫിൽ ഉകുൽ. അല്ലാഹുവിന്റെ പദം നിങ്ങൾ ശ്രദ്ധിച്ചോ. വനുഫദ്ദിലു ബഅ്ളഹ അലാ ബഅ്ദിൻ ഫിൽ ഉകുൽ. ഒരേ ഭൂമിയിൽ, ഒരേ ഫലഭൂയിഷ്ഠമുള്ള, ഒരേ മൂലകങ്ങളുള്ള ഭൂമിയിൽ ഒരേ വെള്ളം കൊണ്ട് നിങ്ങൾ നനച്ചുണ്ടാക്കിയ കൃഷിയുടെ അവസ്ഥ എന്താണ്? ഫലങ്ങളുടെ കാര്യത്തിൽ, പഴങ്ങളുടെ കാര്യത്തിൽ അവയിൽ ചിലതിനെ മറ്റു ചിലതിനേക്കാൾ നാം മെച്ചപ്പെടുത്തി. നുഫദ്ദിലു, അല്ലാഹുവിന്റെ പദം. ആരാണ് മെച്ചപ്പെടുത്തിയത്? ഓറഞ്ചിനും പപ്പായക്കും ആപ്പിളിനും ഓരോ മുന്തിരിക്കും ഈത്തപ്പഴത്തിനും ഒക്കെ വ്യത്യസ്തമായ ടേസ്റ്റ്. രുചി മാത്രമല്ല വ്യത്യസ്തമായ ഗുണങ്ങൾ, അല്ലേ? ഈത്തപ്പഴത്തിനുള്ള ഗുണം ഒരിക്കലും ഓറഞ്ചിനില്ല, ഓറഞ്ചിനുള്ള ഗുണം ആപ്പിളിനില്ല, ആപ്പിളിന്റെ ഗുണം പപ്പായക്കില്ല. ആരാണ് സഹോദര ഒരേ ഭൂമിയിൽ ഒരേ വെള്ളം കൊണ്ട് ഈ നനച്ചു വളർത്തിയ, ഒരേ ഭൂമിയിൽ നട്ടു വളർത്തിയ ഈ പഴങ്ങൾക്കൊക്കെ വ്യത്യസ്തമായ രുചിയും വ്യത്യസ്തമായ മൂലകങ്ങളും വ്യത്യസ്തമായ ആരോഗ്യദായകമായ വസ്തുക്കളും ഒക്കെ നൽകിയത്? വനുഫദ്ദിലു, അല്ലാഹുവിന്റെ പദം. നാം മെച്ചപ്പെടുത്തി. സാധ്യമാണോ നമുക്ക്? വെല്ലുവിളിക്കാം നമുക്ക്. ജിയോഗ്രഫി പഠിച്ച ആളുകളുണ്ടല്ലോ, അല്ലെ? ഭൂമിശാസ്ത്രം പഠിച്ച ആളുകൾ, അതിഗഹനമായ രൂപത്തിൽ ഭൂമിശാസ്ത്രത്തിൽ ഗവേഷണം നടത്തിയ ആളുകളുണ്ടല്ലോ. നമുക്ക് വെല്ലുവിളിക്കാം. ക്ലോണിങ്ങിന്റെ കാലഘട്ടമാണ്. ക്ലോണിംഗ് പോലും നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാകും. എവിടെയാണ് മനുഷ്യൻ, എവിടെ നിന്നാണ് ക്ലോണിങ്ങിന് ആവശ്യമായ സംവിധാനങ്ങൾ മനുഷ്യൻ സംവിധാനിച്ചിട്ടുള്ളത്? പടച്ചറബിന്റെ സംവിധാനങ്ങളിൽ നിന്ന് ഊരിയെടുക്കുക മാത്രമാണ് മനുഷ്യൻ ചെയ്തത്. മനുഷ്യനെ സൃഷ്ടിക്കാൻ സാധ്യമല്ല ഒന്നും. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഇന്ന ഫീ ദാലിക ലആയാത്തിൻ, ഇതിലൊക്കെ ദൃഷ്ടാന്തമുണ്ട്. ആർക്ക്? ലിഖൗമിൻ യഅഖിലൂൻ, അഖലുള്ളവർക്ക്, ബുദ്ധിയുള്ളവർക്ക്, ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നവർക്ക് അതിലൊക്കെ എന്തുണ്ട്? അഖലുണ്ട്. സഹോദരങ്ങളെ, ഇങ്ങനെ വായിച്ചാൽ ഒരുപാട് രസകരമായ സംഗതി വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ, അള്ളാഹുവിന്റെ ആയത്തുകളെ മനസ്സിലാക്കി തരാൻ വേണ്ടി നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ഒരുപാട് പറഞ്ഞിട്ട് അള്ളാഹു ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, വഫീ അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ. നിങ്ങൾ എന്തിനാ അധികം പോണത്? വഫീ അൻഫുസിക്കും, നിങ്ങളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച്, നിങ്ങളുടെ ശരീരത്തിൽ അല്ലാഹു സംവിധാനങ്ങളെ കുറിച്ച് ചിന്തിച്ചു നോക്കിക്കൂടെ നമുക്ക്? എന്തോ ഒരു അത്ഭുതമാണ്. അലം നജഅൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. അല്ലാഹുവിന്റെ ചോദ്യം, അലം നജഅൽ ലഹു ഐനൈൻ, രണ്ട് ഐനുകളെ നാം നിങ്ങൾക്ക് നൽകിയില്ലയോ? എന്താ ഐന്? ഐന് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് അർത്ഥം പറയാൻ പഠിച്ചു പോയി. കണ്ണ്. ആരെങ്കിലും ചിന്തിച്ചോ എന്താണ് ഐനെന്ന്? ഐനൊരിക്കലും കണ്ണല്ല. ഐനെന്ന് പറഞ്ഞാൽ ഉറവയാണ്. ഉറവ, വെള്ളം വരുന്ന ഉറവക്കാണ് എന്ത് പറയാ? ഐൻ, അല്ലേ? എന്തുകൊണ്ട് ഐൻ എന്ന്, കണ്ണിന് ഐൻ എന്ന പദം നൽകി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ കുറെ കിണർ കുഴിച്ച് കുറെ ആഴത്തിലേക്ക് എത്തുമ്പോൾ പെട്ടെന്ന് പൊട്ടിവരുന്ന വെള്ളത്തിനാണ് ഐൻ എന്ന് പറയുക. അത് തന്നെയല്ലേ മനുഷ്യന്റെ കണ്ണിന്റെ കഥയും? ആരാണ് സഹോദര എത്ര തന്നെ കരഞ്ഞാലും വറ്റാത്ത ഉറവയായി ഈ ഐനിനെ, മനുഷ്യ ശരീരത്തിലുള്ള കണ്ണിനെ മാറ്റിയത് ആരാണ്? ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ആരാണ് അവിടെ? എവിടെയാണ് ഈ വെള്ളം സംവിധാനിച്ചു വെച്ചിട്ടുള്ളത്? കണ്ണുനീരെന്ന വെള്ളം എവിടെ നിന്നാണ് അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? എവിടെയാണ് അതിന്റെ ടാങ്ക്? എവിടെയാണ് അതിന്റെ മോട്ടോർ? നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അലം നജഅൽ ലഹു ഐനൈൻ. കണ്ണിന്റെ ബാക്കിയൊക്കെ നിങ്ങൾ മാറ്റിവെക്ക്. കണ്ണിന്റെ ശക്തി കൊണ്ട് നിങ്ങൾ കണ്ണിനെ ഉപയോഗപ്പെടുന്നത് മാറ്റിവെക്ക്. കണ്ണിന്റെ ശക്തി നിങ്ങൾ മാറ്റിവെക്ക്. അതുകൊണ്ട് നിങ്ങൾ ഗവേഷണവും നിരീക്ഷണങ്ങളും പഠനങ്ങളും മന്നങ്ങളും നടത്തിയത് മാറ്റിവെക്ക്. ഈ കണ്ണിന്റെ ഒരൊറ്റ കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ആ പദം മാത്രം ചിന്തിച്ചു നോക്കൂ.
ആ ഉറവയെങ്ങാനുമില്ലായിരുന്നുവെങ്കിൽ, കണ്ണുനീരെന്ന ഉറവയില്ലായിരുന്നുവെങ്കിൽ എവിടെയായിരുന്നു നാം? നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എവിടേക്കായിരുന്നു നാം ഒഴുക്കിക്കളയുക? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന മനസ്സ് ഒറ്റക്കേകാന്തനായി ഒരു മൂലയിലിരുന്ന് ഒരല്പസമയം കണ്ണിൽ നിന്ന് വെള്ളമൊഴുക്കിയാൽ വിങ്ങിപ്പൊട്ടുന്ന മനസ്സിനൊരു സമാധാനമാണ്. ആര് നൽകി? എവിടുന്ന് കിട്ടി? ആരാണ് ഈ സംവിധാനം ഉണ്ടാക്കിയത്? അലം നജ്അൽ ലഹു ഐനൈൻ, നാം അല്ലേ അവർക്ക് 2 ഐനുകൾ നൽകിയത്? അല്ലാഹുവിന്റെ ചോദ്യം. എന്താണ് നമുക്ക് പറയാനുള്ളത്? സുബ്ഹാനല്ലാഹ് എന്ന് പറയണ്ടേ? അൽഹംദുലില്ലാഹ് എന്ന് പറയണ്ടേ? റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തിലൻ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ നമുക്ക് പറയാൻ കഴിയണം. വലിസാനൻ, നാവ്. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നാവ് എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് ഭാഷകൾ മനുഷ്യൻ സംസാരിക്കുന്നത് ഈ നാവിനെ കൊണ്ടാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഞാനിപ്പോൾ പച്ച മലയാളത്തിൽ നിങ്ങളോട് പറയുന്നു, തൊട്ടപ്പുറത്ത് ഒരു ഫിലിപ്പീനി വന്ന് അവന്റെ ഭാഷ പറയുന്നു. ഒക്കെ ഈ നാവുണ്ട് അല്ലേ? നാവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ വ്യത്യസ്തമായ ഭാഷ. നമുക്ക് തന്നെ അത്ഭുതം തോന്നിയിട്ടില്ലേ? അല്ലാഹു വമിൻ ആയാതിഹി ഇഖ്തിലാഫു അൽസിനതികും വഅൽവാനികും, നിങ്ങളുടെ ഭാഷകളിലുള്ള വൈവിധ്യം അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണെന്ന് അല്ലാഹു പറയും. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. എപ്പോഴെങ്കിലും ഈ വായന്റെ ഉള്ളിലിട്ട് ഈ നാവ് ഇങ്ങനെ കറക്കിയാൽ എന്തായി? ഒരു ഫിലിപ്പീനി കറക്കിയ ഫിലിപ്പീനി ഭാഷയായി അല്ലേ? പിന്നെ ബംഗ്ലാദേശി കലക്കിയ ബംഗാളി ഭാഷയായി, പാകിസ്ഥാനി കറക്കിയ ഉറുദുവായി, അറബി കറക്കിയ അറബിയായി, മലയാളി കലക്കിയാൽ മലയാളിയായി. ആരാണ് ഇത് സംവിധാനിച്ചത്? ഇങ്ങനെ ഒരു സംവിധാനം. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാന. നിങ്ങൾ നോക്കൂ, ലിസാൻ എന്ന് പറഞ്ഞാൽ ഇത്രമാത്രം സെൻസേഷൻ ഉള്ള ഒരു ഉപകരണം വേറെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കൂ? എന്ത് തരം! നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നമ്മളെ എത്ര വലിയ ലാബുകളാണ് പലതരത്തിലുള്ള പരീക്ഷണങ്ങൾക്കും വേണ്ടി ഉണ്ടാക്കുന്നത്. ഒരു സാധനം ഇങ്ങനെ ഈ നാവിന്റെ തുണ്ടത്ത് വെച്ച് ഇവിടെ തലക്കിൽ വെച്ചാൽ നമ്മളോട് പറഞ്ഞു പോകണം അത് മധുരമാണ്. എവിടെ കിട്ടി മധുരമാണ്? മധുരമാണെന്ന ആ ഒരു വിവരം നൽകാൻ. ഇത് കയ്പാണ്, ഇത് രുചിയില്ല, ഇത് രസമില്ല, ഇത് തരിപ്പാണ്, ഇത് ശരിയല്ല. ആരാ പറഞ്ഞിരുന്നത്? ലാബുകളല്ല, കെമിക്കൽസുകളല്ല, വലിയ ഫാക്ടറികളല്ല, റബ്ബ് സൃഷ്ടിച്ച നാവ്. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? വലിസാനൻ വശഫതൈൻ, മനുഷ്യന്റെ മനോഹരമായ 2 ചുണ്ടുകൾ. ആ ചുണ്ടുകളില്ലായിരുന്നുവെങ്കിൽ മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? എത്ര മനോഹരമായാണ് റബ്ബ് മുഖത്ത് ആ ചുണ്ട് സംവിധാനിച്ചിട്ടുള്ളത്. ആ ചുണ്ടല്ലേ മനുഷ്യനെ മനുഷ്യനാക്കിയത്, സ്ത്രീയെ സ്ത്രീയാക്കിയത്, പുരുഷനെ പുരുഷനാക്കിയത് അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇനി ഒരുപാട് ഖുർആൻ എന്ന് പറഞ്ഞാൽ സഹോദര, ഈ രൂപത്തിൽ മനുഷ്യനെ ചിന്തിക്കാനും അള്ളാഹുവിലേക്ക് മടങ്ങാനും അള്ളാഹുവിലേക്ക് എത്താനും അള്ളാഹുവിന്റെ ആയത്തുകളെ കുറിച്ച് ചിന്തിച്ച് അവസാനം പടച്ചോനെ എന്ന് വിളിക്കുന്ന ഒരു പരുവത്തിലേക്ക് വിശുദ്ധ ഖുർആൻ മനുഷ്യനെത്തിക്കും. അതാണ് അവസാനം. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അള്ളാഹ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് മനുഷ്യന്മാരോട്. ഇതൊക്കെ പറഞ്ഞിട്ട് ശരിയാണില്ലെങ്കിൽ മാലക്കും എന്ത് പറ്റി കൂട്ടരെ നിങ്ങൾക്ക്? ലാ തർജൂന ലില്ലാഹി വഖാറാ, ഇതൊന്നും പടച്ച, ഇതൊക്കെ സംവിധാനിച്ച, ഇമാതിരി നിയമങ്ങൾ ഉണ്ടാക്കിയ നിങ്ങളുടെ റബ്ബിനോട് ഒരു ചെറിയ റെസ്പെക്ട് പോലും നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഒന്നുണ്ടോ? ഇല്ലല്ലോ. നമുക്ക് മാസാന്തം ശമ്പളം തരുന്ന ബോസിന്റെ മുമ്പിൽ എത്ര വിനയത്തോടു കൂടി നമ്മൾ നിൽക്കുക അല്ലേ? പടച്ചോന്റെ മുമ്പിലോ മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ വഖദ് ഖലഖകും അത്വാറാ, സൃഷ്ടിച്ചതിന്റെ ഘട്ടങ്ങളെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കി കൂട്ടരെ. എങ്ങനെയാണ് മുഹമ്മദായത്? എങ്ങനെയായത്? എവിടുന്നാ അത് വന്നത്? പടച്ചോൻ തന്നെ ചോദിച്ചല്ലോ. സൂറത്തുൽ ഇൻസാൻ, മനുഷ്യൻ എന്ന പേരിൽ ഒരു അധ്യായം. ഈ ഖുർആന്റെ അധ്യായങ്ങൾക്കിട്ട പേര് പോലും മനോഹരമാണ്. മനുഷ്യൻ എന്ന പേരിൽ അധ്യായം. എന്നിട്ട് അത് തുടങ്ങണേ എങ്ങനെ? ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹരി ലം യകുൻ ശൈഅം മദ്കൂറാ, എന്താണെന്ന് പറയാൻ കൊള്ളാത്ത ഒരവസ്ഥ മനുഷ്യ ജീവിതത്തിന്റെ 1ാമത്തെ സ്റ്റേജിൽ കഴിഞ്ഞു പോയിട്ടില്ലയോ എന്ന് ചോദിച്ചുകൊണ്ടൊരധ്യായം തുടങ്ങുക. മനുഷ്യൻ, അത് മാത്രം മതി. ഷെയ്അം മദ്കൂറ എന്നുള്ള ഒരു പദം മാത്രം മതി മനുഷ്യന് ചിന്തിക്കാൻ. ഒന്നുമല്ലാത്ത ഒരു സാധനം. എന്താന്ന് പറയാൻ പറ്റുമോ? എന്തായിരുന്നു ഈ മനുഷ്യൻ? ഇവൻ ഈ രൂപത്തിലുള്ള സുന്ദരനും സുന്ദരിയും സുമുഖനും സുമുഖിയുമാകുന്നതിന് മുമ്പ് എന്തായിരുന്നു അവൻ? ഷൈഅൻ മദ്കൂറ, നുത്ഫത്തല്ലേ? അല്ലാഹ് ചോദിക്കുന്നുണ്ട്, നുത്ഫത്തായ ഇവൻ ഫഇദാ ഹുവ ഖസീമും മുബീൻ, ഒരു കേവലം ഒരു ഇന്ദ്രിയത്തുള്ളി മാത്രമായിരുന്ന ഇവൻ ഇപ്പൊ എന്താ? ഇവൻ ഹസീമും മുബീൻ. ഇപ്പൊ എന്റെ തർക്കം കണ്ടാൽ എന്താ? ഭയങ്കര തർക്കത്തിലല്ലേ മൂപ്പര്. പഠിച്ചവൻ ഉണ്ടോ ഇല്ലേ എന്നാ വാദിക്കണത്, തർക്കിക്കണത് അല്ലേ? പഠിച്ചവൻ മാത്രമേ ഉള്ളൂ, അവന് മാത്രമേ കഴിയുള്ളൂ. ഇതിനെ കുറിച്ച് ഹസീമും മുബീൻ.
സഹോദരങ്ങളെ, ഈ രൂപത്തിൽ വിശുദ്ധ ഖുർആൻ നമ്മളോട് ചിന്തിക്കാൻ വേണ്ടി ശക്തമായി ആവശ്യപ്പെടുകയും പറയുകയും ചെയ്യുന്നു. ഈ ഒരു ചിന്ത മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലാകുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ ആലു ഇംറാനിലെ ഈ അവസാനത്തെ വാചകങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി എഴുന്നേറ്റാൽ ആകാശത്തേക്ക് നോക്കുകയും ഈ വചനങ്ങൾ ഓതുകയും ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി എന്ന് പറയുന്ന ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിരം സ്വഭാവമായിരുന്നു. അത് നമ്മളൊക്കെ ഒഴിവാക്കിയ ഒരു സ്വഭാവം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആലു ഇംറാന്റെ അവസാനത്തെ ആ വാചകങ്ങൾ, നമ്മൾ അവസാനത്തെ ആയത്തുകളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് തോന്നും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സുന്നത്തായിരുന്നു രാത്രി എഴുന്നേൽക്കുകയാണ്, തഹജ്ജുദിന് എഴുന്നേൽക്കുകയാണെങ്കിൽ ആകാശത്തേക്ക് നോക്കി ആ കിടന്ന പായയിൽ നിന്ന് ഇരുന്നു കൊണ്ട് തന്നെ, അവിടെ തന്നെ ആ ബെഡിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി ഓതുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവമായിരുന്നു എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. ഏതായിരുന്നാലും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് സഹോദരങ്ങളെ. ചിന്തിക്കുക എന്നതാണ് ഇൽമുണ്ടാകാനുള്ള വഴി. വിജ്ഞാനമുണ്ടാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ചിന്തിക്കണം എന്നതാണ്. നിങ്ങൾക്കറിയോ, ഇസ്ലാമിക ഫിഖ്ഹ്, ഇസ്ലാമിക കർമ്മശാസ്ത്രം, ഫിഖ്ഹിന്റെ മദ്ഹബുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ മദ്ഹബുകളുടെ പണ്ഡിതന്മാർ അതിശക്തമായ രൂപത്തിലുള്ള ചിന്തയുടെയും പഠനത്തിന്റെയും മന്നത്തിന്റെയും അടിസ്ഥാനത്തിലാണ് അവർ ഈ ഫിഖ്ഹ് എന്ന സംഭവം ഉണ്ടാക്കിയത്. എന്തുമാത്രം വലിയ സേവനാന്നറിയോ ഫിഖ്ഹ് എന്ന് പറയുന്നത്? വല്ലാത്ത ഒരു സേവനമാണ് മദ്ഹബി പണ്ഡിതന്മാർ ചെയ്തത്. അതിൽ ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി മദ്ഹബി പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ കൂർമ്മ ബുദ്ധിയുള്ള മഹാനായ പണ്ഡിതനായിരുന്നു ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. അത് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ, അദ്ദേഹത്തിന്റെ ഹിക്മത്തുകൾ, തത്വജ്ഞാനങ്ങൾ, അദ്ദേഹത്തിന്റെ കവിതകളൊക്കെ വായിച്ചാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏത് തരം പ്രശ്നങ്ങളും കീറി മുറിക്കുകയായിരുന്നു ഖുർആന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ. ഒരു സംഭവം ഞാൻ പറയട്ടെ. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലത്ത് ഒരു സംഭവം ഉണ്ടായി. രണ്ടാളുകൾ, ഒരു സഹോദരനും അദ്ദേഹത്തിന്റെ സഹോദരൻ, രണ്ട് സഹോദരന്മാര് വേറൊരു കുടുംബത്തിലെ രണ്ട് സഹോദരിമാരെ വിവാഹം ചെയ്തു. ഒരു ഫിഖ്ഹിയായ മസ്അലയാണ്. പക്ഷെ ആ മസ്അലയിൽ അദ്ദേഹം ചിന്തയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയ ഹുക്മാണ് നമ്മുടെ വിഷയം. അങ്ങനെ ഈ നിക്കാഹൊക്കെ കഴിഞ്ഞിട്ട് വീട് കൂടുന്ന ദിവസം രണ്ടാളും വീട് കൂടി. രാവിലെ നോക്കുമ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആള് മാറിയെന്ന് മനസ്സിലായത്. ഇപ്പുറത്തും സഹോദരനും രണ്ട് സഹോദരന്മാരാണ്, അപ്പുറത്തും എന്താണ് സഹോദരിമാരാണ്. ആള് മാറി. ആകെ പ്രശ്നമായി. കാരണം നിക്കാഹ് ചെയ്ത പെണ്ണുമായിട്ടല്ല എന്താക്കി വീട് കൂടിയിട്ടുള്ളത്. ഞാൻ നിക്കാഹ് ചെയ്ത പെണ്ണുമായിട്ട് എന്റെ സഹോദരൻ കൂടി, സഹോദരൻ നിക്കാഹ് ചെയ്ത പെണ്ണുമായിട്ട് ഞാനും കൂടി. ഭയങ്കര പ്രശ്നമല്ലേ? ഭയങ്കര കോളിളക്കമുണ്ടായി. ഇബ്നു അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുത്തേക്ക് ആളുകൾ ഓടി വന്നു. അദ്ദേഹം രണ്ടാളെയും വിളിച്ചു ചോദിച്ചു, ആദ്യത്തെ ആളെ വിളിച്ചു ചോദിച്ചു, ഹൽ അഅജബത്കൽ മർഅ അല്ലതി ദഖൽത ഫീഹാ, നീ ഇന്ന് വീട് കൂടിയ പെണ്ണിനെ നിനക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. ഇഷ്ടമാണോ? ശരി. അദ്ദേഹം പറഞ്ഞു എനിക്കിഷ്ടമാണ്. രണ്ടാമത്തെ ആളോടും ചോദിച്ചു, അൻത യാ ഫുലാൻ, എനിക്കിഷ്ടമാണോ? അപ്പൊ മറ്റേ ആളും പറഞ്ഞു എനിക്കിഷ്ടമാണ്. അപ്പൊ ഓരോരുത്തരോടും പറഞ്ഞു, എന്നാൽ തൊല്ലിഖ്, നിന്റെ ഭാര്യയെ നീ തലാഖ് ചെല്ല്, അവന്റെ ഭാര്യ അവനും തലാഖ് ചെല്ലട്ടെ, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം ചെയ്യട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സങ്കീർണമായ കർമ്മശാസ്ത്രത്തിലെ സങ്കീർണമായ ഇത്തരത്തിലുള്ള നിയമങ്ങളെ അപഗ്രഥിക്കുകയും ചിന്തയുടെയും പഠനത്തിന്റെയും അടിസ്ഥാനത്തിൽ അവക്കൊക്കെ ഹുക്കുമുകൾ, വിധികൾ കണ്ടെത്തുകയും ചെയ്തു എന്നതാണ് രസം. പലപ്പോഴും നമ്മുടെ മുമ്പിലൊക്കെ പല പ്രശ്നങ്ങളുമായി വരാറുള്ള പല വചനങ്ങളും ആയത്തുകളുമുണ്ട്. ഖുർആനിലൊരു ആയത്തുണ്ട്, ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ. പലപ്പോഴും ഈ പ്രാസ്ഥാനികമായി തന്നെ നമ്മളോട് ആളുകൾ ചോദിക്കാറുള്ള ചോദ്യമാണ്. ഖുർആനിൽ പറഞ്ഞു, ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ, ഒരാളുടെ പാപവും വേറൊരാൾ ഏൽക്കേണ്ടി വരൂല. ഞാൻ ചെയ്ത പാപത്തിനെ ഞാൻ എന്ത് ചെയ്യേണ്ടിയുള്ളൂ? ഏൽക്കേണ്ടി വരികയുള്ളൂ. അതേ വിശുദ്ധ ഖുർആൻ അത് വിവരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞു, അൽ മയ്യിതു യുഅദ്ദിബു ബിബുകാഇ അഹ്ലിഹി അലൈഹി. ഒരു മയ്യത്തിന് വേണ്ടി അവന്റെ കുടുംബക്കാർ കരഞ്ഞാൽ അതിന്റെ പേരിൽ ആ മയ്യത്ത് ശിക്ഷിക്കപ്പെടും. ഓക്കെ, നിങ്ങൾ രണ്ടും വൈരുദ്ധ്യമാണെന്ന് തോന്നുന്നില്ല നമുക്ക്. ഒന്നാമത്തെ എന്താ? ഖുർആനിൽ പറഞ്ഞു, എന്ത്? ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ, ഒരാളുടെയും പാപം വേറൊരാൾ പേറേണ്ടി വരൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മയ്യത്ത്, ആ മയ്യത്തിന്റെ അഹിലുകാർ ആ മയ്യത്തിന് വേണ്ടി പൊട്ടിക്കരഞ്ഞാൽ, കരയാന്ന് പറഞ്ഞാൽ സങ്കടം കൊണ്ടൊക്കെ കുറച്ച് കണ്ണീരൊലിപ്പിക്കാൻ, ദുഃഖിക്കുകയോ ചെയ്യാൻ, അല്ലാത്ത കരച്ചിലുണ്ടല്ലോ, ഈ മാറിലൊക്കെ അടിച്ച് മാറൊക്കെ പൊട്ടിച്ച് കീറി ഭയങ്കരമായി ഒച്ച വെച്ചുള്ള കരച്ചിൽ, ആ കരച്ചിൽ പാടില്ല, റസൂൽ നിരോധിച്ചതാണ്. അതുകൊണ്ട് മയ്യത്ത് ശിക്ഷിക്കപ്പെടും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ശരി, എന്താണ് കഥ? ഈ ആയത്തും ഹദീസും തമ്മിൽ വൈരുദ്ധ്യമാണോ?
ചിന്തിക്കാവുന്നതാണ്. ഹദീസ് പണ്ഡിതന്മാരും ഫിഖ് പണ്ഡിതന്മാരും ചിന്തിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, ഇദാ കാന റാളിയൻ ബിന്നിയാഹ വഹുവ യഅലമു ബിമാ യഫ്അലൂന ബിൽആദ വലം യുൻഹിഹിം ഖബ്ല മൗതിഹി ഫയുഅദ്ദബ്. ഈ മനുഷ്യൻ ഇത് ആ നാട്ടിലെ ഒരു ആദത്താണ്, ഒരു പതിവായ സ്വഭാവമാണ്. ഇങ്ങനെ പൊട്ടിക്കരയണം, ഞാൻ മരിച്ചാൽ പൊട്ടിക്കരയണം എന്ന് ഈ മയ്യത്ത് ആഗ്രഹിച്ചിരുന്നു. അത് ചെയ്യാൻ വേണ്ടി ആ മയ്യത്ത് കൽപ്പിച്ചിരുന്നു. അത് ചെയ്യുമെന്നറിഞ്ഞിട്ടും ആ മയ്യത്ത് അത് ചെയ്യരുത് എന്ന് തന്റെ കുടുംബാംഗങ്ങളെ വിരോധിച്ചില്ല. ഈ അവസ്ഥയിലാണെങ്കിൽ ആ മയ്യത്ത് എന്താകും? ശിക്ഷിക്കപ്പെടും. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എവിടുന്ന് കിട്ടി? അത് ചിന്തയിൽ നിന്നും പഠനത്തിൽ നിന്നും മനനത്തിലും കിട്ടി. ഒരുപാട് കാര്യം. ഇതൊന്നും മാത്രമല്ല, ഈമാൻ വർദ്ധിക്കാനുള്ള ഏറ്റവും ശക്തമായ മാർഗം ചിന്തയാണ്. ഇത് നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവലം യതഫക്കറൂ ഫീ അൻഫുസിഹിം, അല്ലാഹു ഒരു സ്ഥലത്ത് ചോദിച്ചു തുടങ്ങുക, അവലം യതഫക്കറൂ, അവര് ചിന്തിച്ചിട്ടില്ലേ, ഫീ അൻഫുസിഹിം, അവരുടെ സ്വന്തം ശരീരങ്ങളെ കുറിച്ച്. വല്ലാത്ത അതിശക്തമായ സംഗതികൾ അള്ളാഹു പല സ്ഥലത്തും. സഹോദരന്മാരെ, ഹുക്കമാക്കള്, തത്വജ്ഞാനം പറയുന്ന പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നത് ഇൽമ് എന്നത് ചിന്തയിൽ നിന്ന് മാത്രമാണ് വരിക. ചിന്തയാണ് അടിസ്ഥാനം, ചിന്തയാണ് ഇൽമുണ്ടാക്കുക. ആ ഇൽമാണ് മനസ്സിൽ ഖശ്യത്ത്, ഖൗഫ്, ഭയം ഇതൊക്കെ ഉണ്ടാക്കുക. ഈമാൻ വർദ്ധിപ്പിക്കുക ആ ഇൽമാണ്. അങ്ങനെയുള്ള വർധനവിലുള്ള ഈമാനെ എന്താവുള്ളൂ? ഗുണം ചെയ്യുള്ളൂ. മറ്റേണ്ട് ഇപ്പൊ ഈ സൂഫിയാക്കളുടെ ദിക്ർ ഹൽക്കുണ്ട്. അപ്പൊ അതെന്താ വെച്ചാൽ, ഞാൻ സാന്ദർഭികമായ ഒരു വിഷയം പറയാണ്. സൂഫിസം എന്ന് പറഞ്ഞാൽ ദിക്റാണ്, എന്തല്ല ഫിക്റല്ല. ഫിക്ർ പാടില്ല എന്നാ. ഫിക്റോടുകൂടി ദിക്ർ നഷ്ടപ്പെടുമെന്നാണ് സൂഫിസം പറയുന്നത്. ഇസ്ലാമും സൂഫിസവും രാജിയാകുന്ന സ്ഥലം, വേർതിരിയുന്ന ഒരു സ്ഥലവും അവിടെയാണ്. ഇസ്ലാം പറയുന്നത് ദിക്റും വേണം, ഫിക്റും വേണം. ഫിക്റിന്റെ അടിസ്ഥാനത്തിൽ എന്ത് വേണം? ദിക്ർ വേണം. എന്നാലേ എന്താവുള്ളൂ? നല്ല വിശ്വാസം ഉണ്ടാവുള്ളൂ. സൂഫിയാക്കൾ പറഞ്ഞ വേണം എന്നില്ല. ഇങ്ങനെ നമ്മളിങ്ങനെ വട്ടം ചേരിയിരുന്ന് ദിക്ർ ഇങ്ങനെ ചെല്ലിയാൽ എന്തുണ്ടാവും? ആവേശം ഉണ്ടാവും. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ, ആ ഈമാൻ എന്താവും? ഈമാൻ ഉണ്ടാവും, നമ്മൾ സംശയമൊന്നുമില്ല, ആവേശമൊക്കെ ഉണ്ടാവും, ഈമാനൊക്കെ ഉണ്ടാവും. പക്ഷെ ആ ഈമാൻ കാണാൻ പെട്ടെന്ന് അങ്ങോട്ട് കുറഞ്ഞു പോണ്. എന്നാലോ ഫിക്റിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാം നിർദ്ദേശിക്കുന്നത് പോലെയുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലുള്ള ഈമാൻ, ആ ഈമാനാണ് നിലനിൽക്കുക. ആ ഈമാനാണ് ഇൽമുണ്ടാക്കുക. ആ ഇൽമാണ് നമുക്ക് ഈമാൻ ഉണ്ടാക്കുക. ആ ഈമാനാണ് നമ്മളെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുക. നമ്മളെ കൊണ്ട് ആരാ പണി ചെയ്യിപ്പിക്കേണ്ടത്? നമ്മുടെ മനസ്സാണ്, അല്ലെ? എനിക്ക് മനസ്സിൽ തോന്നുന്നില്ല ചെയ്യാൻ എന്നാ പറയാ. തോന്നണം. തോന്നിക്കുക ആരാണ്? ഈ രൂപത്തിലുള്ള ചിന്തയാണ്. ആ ചിന്തയുടെ അടിസ്ഥാനത്തിലുള്ള പഠനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ രൂപത്തിലുള്ള സംഗതിയാണ് നാം മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്കറിയാം, മുസ്ലിം ലോകത്ത് ഒരുപാട് ചിന്തകന്മാർ വന്നിരുന്നു. ചിന്തകന്മാർ എന്നുള്ള പേരിൽ മുസ്ലിം ലോകത്ത് ഒരുപാട്, മുസ്ലിം സമൂഹത്തിലുണ്ടായിരുന്ന ഒരുപാട് പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ പരിഷ്കരണ രംഗത്തും ഒക്കെ പ്രവർത്തിച്ച മഹാന്മാരായ മനുഷ്യന്മാർ, അവരെ ആ പരിഷ്കരണത്തിലേക്ക് എത്തിച്ചത് യഥാർത്ഥത്തിൽ ചിന്തയായിരുന്നു. അങ്ങനെ ഈ എല്ലാ രംഗത്തും നിന്ന് ഈ ചിന്ത ഉപകാരപ്പെടുമെന്ന വസ്തുത നാം മനസ്സിലാക്കണം. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൃഷ്ടിപ്പില് നമുക്ക് ഇപ്പോ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഒരുപാട് ജീവികളും ജന്തുക്കളും പ്രാണികളും പിന്നെ അണുക്കളും ഒക്കെ ഉണ്ടല്ലോ. ഇനി എത്ര ഉണ്ട്? അള്ളാന്റെ പദം വയഖ്ലുഖു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്തത് നമ്മൾ ഇനിയും അറിഞ്ഞിട്ടില്ല. ഇനിയുണ്ട് ഒരുപാട് സാധനം അറിയാൻ. നമ്മൾ ഖിയാമത്ത് വരെ ഗവേഷണം നടത്തിയാൽ ഒരുപാട് സാധനം. വനുൻഷിഉകും ഫീമാ ലാ തഅലമൂൻ, ഒക്കെ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലാത്ത ഇനിയും ഒരുപാട് സൃഷ്ടിപ്പുകൾ, ഒരുപാട് സൃഷ്ടികൾ, ഒരുപാട് പ്രാണികൾ, ഒരുപാട് ലോകങ്ങൾ. ഒരു ഭൂമിയൊന്നല്ല, ഒരുപാട് ഭൂമികൾ ഇനിയും കണ്ടുപിടിക്കാൻ തന്നെയുണ്ട് എന്നാണ് ഖുർആൻ നമ്മെ പഠിപ്പിച്ചു തരുന്നത്. അത് ശരിക്കും നമ്മളെ വല്ലാതെ ചിന്തിപ്പിക്കേണ്ട കാര്യമാണ് സഹോദരങ്ങളെ, വളരെയധികം ചിന്തിപ്പിക്കേണ്ട കാര്യം. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നിസ്സാരമായ കാര്യം. നമ്മളൊക്കെ ഇന്നിപ്പോ രാത്രിയാണ് ചെന്ന് ആണ് കിടന്നാ ഉറങ്ങും. എന്താ ഉറക്കം? ആലോചിക്കുന്നുണ്ടോ ആരെങ്കിലും? എന്താണ് ആ ഉറക്ക് എന്ന സംവിധാനം? എന്താ? വല്ലാത്ത ഒരു സംഭവമല്ലേ ഉറക്ക് എന്ന് പറഞ്ഞത്. അതില്ലെങ്കിൽ മനുഷ്യന്റെ ഒരു പ്രയാസം. അത് എവിടുന്ന ഉണ്ടാകണം, എങ്ങനെയാണ് ഉണ്ടാകണം? അതുകൊണ്ട് ഉറങ്ങിയാ പിന്നെ എല്ലാ ക്ഷീണവും, ഭയങ്കര തലവേദന, ഒന്നുറങ്ങിയാ തീരുന്ന. എങ്ങനെ? ഉറങ്ങിയപ്പോൾ തീർന്നു തലവേദന. അതൊരു മഹാ അത്ഭുതമാണ്. ആ ഉറക്കിലുള്ള സ്വപ്നം എന്താ? ഈ സ്വപ്നം ഇത്ര ബുക്കും എത്ര ചിന്തകന്മാരും എന്തൊക്കെ നിരീക്ഷണം നടത്തി, പക്ഷെ എന്താ പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്താണ് ജീവൻ? മുശ്രിക്കുകൾ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് ചോദിച്ചു, ശരി വലിയ വിവരമുള്ളവനാണല്ലോ, പഠിച്ചവനായിട്ടുള്ള ബന്ധമുള്ളവനാണല്ലോ, എന്നാ പറയ് യസ്അലൂനക അനിർ റൂഹ് എന്ന് പറഞ്ഞുകൊണ്ടാ. എന്താ ജീവൻ എന്ന് പറഞ്ഞാൽ പറയാൻ കഴിയുമോ? റസൂലിനോട് അല്ലാഹു തആല റസൂലിനോട് പറയിപ്പിക്കുക, ഖുൽ
മുഹമ്മദ് നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കണം, മർറൂഹു മിൻ അംരി റബ്ബി, ജീവൻ ആത്മാവ് എന്നൊക്കെ പറയുന്നത് റബ്ബിന്റെ കാര്യമാണ്. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ, വിജ്ഞാനത്തിൽ നിന്ന് വളരെ കുറച്ച് മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ. നോക്കി നിങ്ങൾ, മനുഷ്യൻ പരാജിതനായി മുട്ടുമടക്കുന്ന ഒരുപാട് രംഗങ്ങൾ, ഒരുപാട് സംഗതികൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി, നിങ്ങളോട് ഞാൻ ഒരുപാട് സംഗതികൾ പറയേണ്ടതില്ല, ചിന്തിക്കാൻ വേണ്ടി ഒരുപാട് വിഷയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചുറ്റുമുണ്ടാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കണം. ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരലോകത്തിന്റെ വിഷയത്തിലായിരിക്കണം. മരണത്തിന് ശേഷമുള്ള കാര്യത്തെക്കുറിച്ച് കൂടുതൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം. ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ചോദിച്ചത് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം, നമുക്കും ചോദിക്കാൻ കഴിയണം. ഇങ്ങനെ പിന്നെ ഈ മുഖത്ത് കയ്യും വെച്ച് ഇങ്ങനെ പ്രയാസപ്പെട്ട് ചിന്തിച്ച് നിൽക്കുന്ന ആൾക്കാരോട് നമ്മൾ ചോദിക്കണം, അല്ലട ഒപ്പം എവിടെ എത്തി എന്ന് ചോദിക്കണം. ഓൻ പറയും, ആ ചോദിച്ചാൽ അവൻ പറയും, എന്ത് ഇപ്പൊ എന്താണ് ആകെ പ്രശ്നമാണ്, നമ്മളൊരു 10,000 രൂപ ഒന്നും നാട്ടിൽ അയച്ചിട്ട് തികണില്ല. ഓനോട് പറയണം, അല്ല സഹോദര, അതല്ല നമ്മുടെ വിഷയം, നിങ്ങൾ ചിന്തിക്കേണ്ടത് അതല്ല. നമുക്ക് അദീ റളിയല്ലാഹു അൻഹു പറഞ്ഞ മാതിരി ഒരു മറുപടി പറയാവുന്ന ഒരു പരുവത്തിലേക്ക് നമുക്ക് സമൂഹത്തെ മാറ്റിയെടുക്കാൻ സാധിക്കണം. അതാണ് വേണ്ടത്. എത്രയെത്ര സംഭവങ്ങളാണ് നിങ്ങൾക്കറിയോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഖിയാമത്ത് നാളിന്റെ അലാമത്തുകൾ നമുക്ക് പഠിപ്പിച്ചു. അശ്റാത്തു സ്സാ എന്ന പേരിൽ. എന്തിനാ പഠിപ്പിച്ചത്? എന്തിനാ? നിങ്ങളെ വല്ലപ്പോൾ ആലോചിച്ചോ എന്തിനാ? അതെന്താ വെച്ചാൽ ചിന്തിക്കാൻ വേണ്ടി തന്നെ. ഓരോ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന ഓരോ ഖിയാമത്തിന്റെ അടയാളങ്ങളിലും നമ്മൾ ദീർഘമായി ചിന്തിക്കണം എന്നത് തന്നെയാണ് അതിൽ. പക്ഷെ ഇന്നത്തെ അവസ്ഥ, നമ്മളെ ചിന്തയൊക്കെ പോയി. നമ്മളിപ്പോൾ എവിടെ ചിന്തിക്കുക? നമ്മൾ ആലോചിക്കുക എന്താ? ഹറാമിൽ മനുഷ്യൻ ധാരാളമായി ചിന്തിക്കും, അല്ലെ? എന്റെ ജീവിതത്തിലുണ്ടായ, ഞാൻ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ഞാൻ ചെയ്തു, വളരെ മനോഹരമായ നല്ല രസമുള്ള ഒരു കാര്യം, എന്റെ ചിന്തയിൽ എപ്പോഴും അതാ തികട്ടി വരിക, അല്ലെ? പ്രേമത്തെക്കുറിച്ചും കാമത്തെക്കുറിച്ചും ചിന്തിക്കുന്ന മനുഷ്യനെ ഇപ്പോഴും ആലോചിച്ചിട്ട് ഇങ്ങനെ അയവർക്ക് എന്താ രസം, അല്ലെ? അത് മനുഷ്യന്റെ മനസ്സിലുണ്ട്. പക്ഷെ നല്ല കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ മനുഷ്യന് സാധിക്കാത്ത അവസ്ഥ. നമ്മൾ മാറണം, നമുക്ക് മാറാൻ സാധിക്കണം സഹോദരങ്ങളെ. ആ ഒരു രൂപമാണ് സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി. ഞാൻ ധാരാളം ഉദ്ധരിക്കാറുണ്ട്, മഹാനായ പണ്ഡിതനാണ് അദ്ദേഹം. ഒരിക്കൽ എല്ലാവരും കൂടി ഇരിക്കുകയായിരുന്നു. പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമയത്ത് വിളക്ക് കെട്ടുപോയി, ലൈറ്റ് അങ്ങോട്ട് പോയി. നമ്മളെന്താ ചിന്തിക്കുക? വിളക്കണ് കെട്ടുപോയാ? കേട്ടോ, സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി, ഫഅമ്മത്തിൽ ഗുൽമത്തുൽ ഗുർഫ, ആകെ ഇരുട്ടായി, റൂമിലൊക്കെ ആകെ ഇരുട്ടായി. അപ്പൊ എല്ലാരും കൂടി ഈ വിളക്ക് കത്തിക്കാൻ വേണ്ടിയുള്ള ഭയങ്കരമായ ധൃതിയിൽ, മനസ്സിലായി, മെഴുകുതിരി തരിക, തീപ്പെട്ടി തരിക എന്നൊക്കെ പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ. അപ്പോഴാണ് ഫവജദു സുഫിയാന റഹിമഹുല്ലാ, ഇമാം സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി അവർ കാണുന്നത് ദുമൂഉഹു ഇൻഹമറത് കസീറൻ കസീറാ, ലൈറ്റ് പോയപ്പോ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരാളമായി ഒഴുകുകയാണ്. ഫഖാലു മാലക്, അപ്പൊ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ ചോദിച്ചു, എന്തേ? ലൈറ്റ് അങ്ങോട്ട് കേട്ടപ്പോ, വിളക്കണ്ണ് കേട്ടപ്പം ഭയങ്കരമായി അദ്ദേഹം കണ്ണിന്ന് കണ്ണുനീരിങ്ങനെ ഒലിക്കുക. എന്താ പറ്റിയത്? അദ്ദേഹം പറഞ്ഞു, തദക്കർതുൽ ഖബ്റ, ഇരുട്ടിങ്ങോട്ട് വന്നപ്പോ എനിക്ക് ഓർമ്മ വന്നത് എന്റെ ഖബറാണെന്ന്. നമുക്ക് ആർക്കും തോന്നിയിട്ടുണ്ടോ അങ്ങനെ? എന്റെ ഖബർ ഇതായിരിക്കും. നമ്മൾ ഖബർ എല്ലാ ദിവസവും കാണണല്ലേ, അല്ലേ? ആ കല്ലും വെച്ച് അതിന്റെ മേലെ മണ്ണനിട്ടാലുള്ള അവസ്ഥ എന്താ? ചില സ്ഥലത്ത് സ്ലാബാ വെക്കലും, കല്ലുമല്ല, മണ്ണ് കൊഴിഞ്ഞു പോകാനും കൂടി ഒരു സാധ്യത അല്ലാത്ത, അതിന്റെ ഉള്ളിൽ എന്താ? ഇരുട്ടാണ്. ലൈറ്റ് പോയപ്പോ നമ്മളാരെങ്കിലും ചിന്തിച്ചോ? സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി ചിന്തിച്ചത്, പടച്ചോനെ എന്റെ ഖബറും ഇതായിരിക്കുമല്ലോ, എന്താ അവസ്ഥ എന്ന്. ഒരുപാട് സംഭവം. ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കഥയിൽ കാണാം. അദ്ദേഹം റൊട്ടി വാങ്ങാൻ പോയി. റൊട്ടി ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ കണ്ടിട്ടില്ലേ? റൊട്ടി ഉണ്ടാക്കുന്ന ഫുർണ് കണ്ടിട്ടില്ല? അടുപ്പ്, മറ്റേ അഫ്ഗാനി റൊട്ടിയൊക്കെ ഉണ്ടാക്കണ. അവിടെ ചെന്ന് ഇദ്ദേഹം അബ്ദുല്ലാഹി മുബാറക് റൊട്ടി വാങ്ങാൻ പോയതാ. നമ്മൾ റൊട്ടി വാങ്ങാൻ അങ്ങനെ ക്യൂവിൽ ₹100 കൊടുത്ത് റൊട്ടി വാങ്ങാൻ നിൽക്കാനല്ലാതെ. അപ്പൊ സുമ്മ ജഅലത് ദുമൂഹു തൻഹമിർ, അദ്ദേഹം ഇങ്ങനെ റൊട്ടി വാങ്ങാൻ നിൽക്കുന്ന അടുപ്പിന്റെ അടുത്ത് നിന്ന് കരയാൻ തുടങ്ങി. ഫബകാ ബുകാഅൻ ഹാറൻ, ഭയങ്കരമായ കരച്ചിൽ. അപ്പൊ റൊട്ടിക്കാരൻ ചോദിച്ചു, മാലക്, എന്താ വേഗം വേണോ റൊട്ടി? എന്താ പ്രശ്നം? എന്താ കരയണത്? അദ്ദേഹം പറഞ്ഞു, ദക്കർത്തുന്നാർ, ഈ അടുപ്പ് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത്. നിങ്ങൾ കണ്ടോ ഈ റൊട്ടി ഉണ്ടാക്കുന്ന അടുപ്പിന്റെ അടുത്ത് ആരെങ്കിലും പോയി നോക്കിനോ? അതൊരു വല്ലാത്ത സംഗതിയാണ്. വേണ്ട, നമ്മുടെ നാട്ടിലൊക്കെ ഓട് കമ്പനി ഉണ്ട്, ഓട്ടും കമ്പനി. ഓട് കമ്പനിന്റെ മേലെ പോയി വെക്കേണ്ടി, അത് ചൂള വെച്ച ചൂള വെക്കണം. ഇഷ്ടിയ കമ്പനിയിലും ഓട് കമ്പനിയിലും ഒക്കെ ചൂള വെക്കണം. ശരിക്ക് നിരകണ് കാണാം, ശരിക്കണം കാണാം. അതിന്റെ ഒരു പാത്തിയുണ്ട്, ആ പാത്തി അങ്ങനെ നീക്കി അടിക്ക് ഇങ്ങനെ നോക്കും ഇവരിത് ആയണോ ഇല്ലേ നോക്കാൻ വേണ്ടി. ഭയങ്കര സംഭവമാണ്.
ശരിക്കും ഇങ്ങനെ ആളിക്കത്തുന്നത് കാണാം. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ചിന്ത യഥാർത്ഥത്തിൽ സഹോദരന്മാരെ നമുക്ക് വേണ്ടത് ഈ രൂപത്തിലുള്ള ഒരു ചിന്തയാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. എത്രയാണ് സംഭവങ്ങൾ, ഹദീസുകളിലൊക്കെ ഒരുപാട് സംഭവങ്ങൾ. മനുഷ്യൻ ഈ ഏത് കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണം, എന്തിനെക്കുറിച്ച് ചിന്തിക്കണം എന്നതിനെക്കുറിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇമാം മുഹമ്മദ് ബിൻ കഅബ് അൽ ഖുറളി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ലഇൻ അഖറഉ ഫീ ലൈലതി ഹത്താ അസ്ബഹ, നേരം വെളുക്കുന്നത് വരെ ഞാൻ ഓതുകയാണെങ്കിൽ എന്ത് ഇദാ സുൽസിലത്, ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ എന്ന് പറഞ്ഞ സൂറത്ത്, വൽ ഖാരിഅ, അൽ ഖാരിഅതു മൽ ഖാരിഅ, ഇതിന്റെയൊക്കെ ഉള്ളടക്കങ്ങൾക്ക് അറിയാലോ, അതെങ്ങാനും ഓതുകയാണെങ്കിൽ ലാ അസീദു അലൈഹിമാ വഅതറദ്ദദു ഫീഹിമാ വഅതഫക്കറു ഉഹിബ്ബു ഇലയ്യ മിൻ അന്ന ഹാദൽ ഖുർആന ലൈലതൈ ഹദ്ദൻ ഔ അൻസറുഹു നസ്റാ, ആലോചിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് ഇദാ സുൽസിലത്തും സൂറത്തുൽ ഖാരിഅയും ഓതുകയാണ് ഒരു രാത്രി മുഴുവൻ, അതന്നെ ഓതുകയാണ് ഖുർആൻ മുഴുവൻ ഇങ്ങനെ മനോഹരമായി ഓതുന്നതിനേക്കാൾ എനിക്കിഷ്ടം എന്ന്. ആ ചിന്തന്റെ ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ അതൊക്കെ ഉണ്ടല്ലോ, നമ്മളെ സുനാമിയും മറ്റേ ആ പൊട്ടലൊക്കെ ഉണ്ടായ ദിവസം ഉണ്ടല്ലോ, അന്ന് ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ എന്നൊക്കെ ഒന്ന് ഓതി നോക്കട്ടെ. നമ്മളെ മുമ്പിൽ ഇങ്ങനെ വരണം അല്ലേ, ആൾക്കാരിങ്ങനെ സുനാമിയുടെ തിര ഇരമ്പി വന്നപ്പോ വഖാലൽ ഇൻസാനു മാലഹ, എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ട് മനുഷ്യൻ ഓടുകയായിരുന്നു തിരമാലയെ പറ്റിക്കാൻ. നിങ്ങൾ ആലോചിച്ചു സഹോദരങ്ങളെ, ഇങ്ങനെ ഈ തഫക്കുർ, ചിന്ത എന്നത് നമ്മൾ നിരന്തരം ചെയ്യേണ്ട ഒരു അമലാകുന്നു, ഒരു പ്രവർത്തനമാകുന്നു. നമ്മുടെ മനസ്സുകൾ കൊണ്ട് ചെയ്യേണ്ട അമൽ. ചിന്തിക്കണം, ധാരാളമായി ചിന്തിക്കണം. ചിന്തിക്കുന്ന വിഷയത്തിൽ ഏറ്റവും പ്രധാനം ആഖിറത്തായിരിക്കണം. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ധാരാളമായി ചിന്തിക്കുകയും ആ ചിന്തയുടെ അടിസ്ഥാനത്തിൽ ഇൽമ് വർദ്ധിപ്പിക്കുകയും ആ ഇൽമ് കൊണ്ട് ഈമാൻ ഉണ്ടാവുകയും ആ ഈമാൻ അമൽ ചെയ്യാനുള്ള പ്രേരണയാവുകയും ചെയ്യുന്ന ഒരു വിഭാഗമായി നമുക്ക് മാറാൻ സാധിക്കണം. അപ്പോൾ മാത്രമേ അതുകൊണ്ട് ഉപകാരം സിദ്ധിക്കുകയുള്ളൂ. അള്ളാഹു അക്കൂട്ടത്തിലെല്ലാം നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹിൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.